അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം അവനെ പരിചയപ്പെടുത്തുവാനും അവന്റെ ഏകത്വത്തെയും അവന്റെ അപ്രമാദിത്വത്തെയും അവന്റെ വഹ്ദാനിയത്തിന്റെയും അവന്റെ റുബൂബിയ്യത്തിന്റെയും അവന്റെ കമാലിയത്തിന്റെയും എല്ലാ അടയാളങ്ങളെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാനാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത്. ഖുർആനിലെ ഏത് പരാമർശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് അവനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്നല്ലാഹ അസീസുൻ ഹകീം, ഇന്നല്ലാഹ തവ്വാബുർ റഹീം, വകാനല്ലാഹു അലീമൻ ഖബീറ, വകാനല്ലാഹു സമീഅൻ ബസീറ. ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന പ്രാസമത്വ വാക്കുകൾ ചില ആയത്തുകൾ അനുസാരിക്കുന്നത് വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ഇങ്ങനെ ഓരോ സൂക്തവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് അവന്റെ വിശേഷണങ്ങൾ പറയുകയും അവനെ അടയാളപ്പെടുത്തുകയും അവനെ അവതരിപ്പിക്കുകയും അവനെക്കുറിച്ച് പഠിക്കുവാനും അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഘടന തന്നെ നൽകിയിട്ടുള്ളത്. ഓരോ ഖുർആനിക സൂക്തങ്ങളും പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ സൂക്തങ്ങളും ഒട്ടിക്കമാറ് സൂക്തങ്ങളും അവസാനിക്കുന്നത് ഏത് പ്രമേയമാകട്ടെ, അത് പരലോകമാകട്ടെ, നരകമാകട്ടെ, സ്വർഗമാകട്ടെ, മഹിഷറയാകട്ടെ, മനുഷ്യനാകട്ടെ, ഗ്രഹണമാകട്ടെ, സയൻസ് ആകട്ടെ, ചന്ദ്രനാകട്ടെ, സൂര്യനാകട്ടെ, ഭൂമിയെ കുറിച്ചിട്ടാകട്ടെ, ജീവജാലങ്ങളെ കുറിച്ചിട്ടാവട്ടെ, ഏതുമാവട്ടെ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ ഉള്ളിലുള്ള ഏതൊക്കെ പ്രതിപാദ്യ വിഷയങ്ങളെ ഖുർആൻ അല്ലാഹു പരാമർശിച്ചാലും ആ സൂക്തമായത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് ഈ പറഞ്ഞ പരമസത്യങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന, ഇതിനെയെല്ലാം സംവിധാനിക്കുന്ന ഏകനായ അല്ലാഹുവിനെ, ഏകനായ നിന്റെ സ്താവിനെ, വകാനല്ലാഹു അലീമൻ ഹകീമാ, അതീവ തന്ത്രജ്ഞനായ, ഏറ്റവും വലിയ അറിവിന്റെ അക്ഷയക്കനിയായ, എല്ലാത്തിനെയും അറിയുന്ന, എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംഹരിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹുവിനെ നിങ്ങൾ അറിയാത്തതെന്ത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏതൊരു മുസ്ലിമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത, അവന്റെ പ്രഥമ ബാധ്യത, അവന്റെ ഇതം പ്രഥമമായ ബാധ്യത, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവനെ സൃഷ്ടിച്ച, അവനെ പരിപാലിച്ച, അവന് ഭക്ഷണം തന്ന്, അവന് ആഹാരം തന്ന്, അവന് വായു തന്ന്, അവന് വെള്ളത്തെ തന്ന്, അവന് ജീവശ്വാസം നൽകിയ, അവനെ സംവിധാനിച്ച ഭാര്യയെ തന്ന്, അവന് മക്കളെ തന്ന്, അവന് സമ്പത്ത് തന്ന്, അവന് കാഴ്ച തന്ന്, അവന് കേൾവി തന്ന്, അവന് ഹൃദയം തന്ന്, അവന് കണ്ണ് തന്ന്, അവന് നാവ് തന്ന്, അവന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലെ മുഴുവൻ സൂക്ഷ്മാണുക്കളെ പോലും മനുഷ്യന്റെ ജീവിതത്തിന് ഉപയുക്തമായ രീതിയിൽ സംവിധാനിച്ചു തന്ന ഏകനായ അല്ലാഹുവിനെ അറിയുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ മുഴുവനും സൂക്തവും മാറ്റിവെച്ചതെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ചുമതലയല്ലേ ഏകനായ അല്ലാഹുവിനെ അറിയൽ, അവന്റെ റുബൂബിയത്തിനെ അറിയൽ, അവന്റെ വഹ്ദാനിയത്തിനെ സമ്മതിക്കൽ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണ് എന്ന് അല്ലാഹുവിനോട് പൂർണ്ണമായി പറയാൻ കഴിയുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് മുഹമ്മദ്, ആ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നുണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു പറയാണ് ഫഅലം, നിനക്ക് അറിവുണ്ടാകണം. എന്താണ് നിനക്കുണ്ടാകേണ്ട അറിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅലം, നിനക്ക് അറിവുണ്ടാകണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഏകനായ അല്ലാഹുവാണ് എന്ന നിന്റെ അറിവ് നിനക്കുണ്ടാകണം. ആ അറിവ് ഏതെങ്കിലും ഒരാൾ നിന്നോട് പറഞ്ഞു പറയേണ്ടതല്ല, കബീർ ബാക്കവിയുടെ പ്രസംഗം കേട്ടിട്ട് പരിചയപ്പെടേണ്ടതല്ല, ആരുടെയെങ്കിലും മതപ്രഭാഷകന്റെ CD കേട്ടിട്ട് നീ അറിയേണ്ടതല്ല, ആരുടെയെങ്കിലും പത്രത്തിൽ വായിച്ചിട്ട് നീ അറിയേണ്ടതല്ല, ഒരു മാസികയിലെ ലേഖനത്തിന് നീ പരിചയപ്പെടേണ്ടതല്ല. പിന്നെയോ ഫഅലം, നിനക്ക് അറിവുണ്ടാകണം, തെളിവോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ പുറകിലെല്ലാം എന്ന് അല്ലാഹുവിനെ തെളിവോടുകൂടി നീ മനസ്സിലാക്കണം. അതാണ് ഫഅലം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൃശ്യപ്രപഞ്ചത്തിലും അദൃശ്യ പ്രപഞ്ചത്തിലും അവൻ സംവിധാനിച്ചു വെച്ചതെല്ലാം ഏകനായ അല്ലാഹുവിനെ അറിയുവാനുള്ള തെളിവുകളാണ്. എവിടെയാണ് തെളിവുകൾ? ആ തെളിവുകളെ അല്ലാഹു എവിടെയാണ് വെച്ചേക്കേണ്ടത്? അല്ലാഹുവിനെ നാം അറിയേണ്ടത്. അല്ലാഹുവിന്റെ സിഫത്തുകൾ ധാരാളമുണ്ട്. അസ്മാഉൽ ഹുസ്ന,
അവൻ ഖദീറാണ്, അവൻ ഖഹാറാണ്, അവൻ വാഹിദാണ്, അവൻ അഹദാണ്, അവൻ സമദാണ്. അള്ളാഹു ഭാഷയില്ലാതെ സംസാരിക്കുന്നവനാണ്, കണ്ണില്ലാതെ കാണുന്നവനാണ്, ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇതൊക്കെ നാം അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് നാം അറിയുവാനുള്ള തെളിവുകളേതാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിന് മുന്നിൽ ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യവേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്, അല്ലാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ പരാശ്രയനല്ല, അവൻ ആരുടെയും ആവശ്യമില്ല എന്ന അല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പരിചയപ്പെടുത്തിയ സൂറത്തുൽ ജമാൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന സൂറത്ത് എന്ന് പരിചയപ്പെടുത്തിയ സൂറത്തുൽ ഇഖ്ലാസിലൂടെ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലിരുന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന സഹാബത്ത് മുഴുവനും അല്ലാഹുവിനെ കുറിച്ച് അറിയുവാൻ അവരുടെ മനസ്സുകളും അവരുടെ അറിവുകളും പാകപ്പെടുത്തുമ്പോ മഹാനായ അലി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഈ സിഫത്തുകളെ കുറിച്ച് ചിന്തിച്ചപ്പോ അലി റളിയല്ലാഹു തആല തന്റെ ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ സദസ്സ് വിരമിച്ചതിനു ശേഷം നേരെ തൊട്ടടുത്ത് കണ്ട ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പോയി അലി റളിയല്ലാഹു തആല അറിവിന്റെ വിജ്ഞാന കോശമാണല്ലോ, അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണെങ്കിൽ അലിയതിന്റെ കവാടമാണെന്നല്ലാണ്ട് റസൂല് പരിചയപ്പെടുത്തിയ മഹാനായ അലി റളിയല്ലാഹു തആല ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇങ്ങനെ മനസ്സുകൊണ്ട് ഏകാന്തതയിൽ ചിന്തിക്കുകയാ. എങ്ങനെയാ കണ്ണില്ലാതെ കാണുക, എങ്ങനെയാണ് ചെവിയില്ലാതെ കേൾക്കുക, എങ്ങനെയാണ് ഹൃദയമില്ലാതെ ചിന്തിക്കുക, എങ്ങനെയാണ് ഭാഷയില്ലാതെ ആശയവിനിമയം ചെയ്യുക. ഇങ്ങനെ അല്ലാഹുവിന്റെ തജല്ലിയെ കുറിച്ച്, ഇങ്ങനെ അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ച് ചിന്തിച്ച് മഹാനായ അലി റളിയല്ലാഹു തആലാവിന്റെ ശരീരം മുഴുവനും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് സ്ഥലകാല ബോധം പോലും നഷ്ടപ്പെട്ടൊരു വിഭ്രാന്തി പോലെ അലി റളിയല്ലാഹു തആല ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഈ അവസ്ഥ കണ്ട് സഹാബത്ത് പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന അലി റളിയല്ലാഹു തആലാവിന്റെ ഇരുചുമലുകളിലേക്ക് തന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ചിട്ട് അലി റളിയല്ലാഹു തആലാവിനെ കുലുക്കി വിളിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചു വന്നതുപോലെ അലി റളിയല്ലാഹു അൻഹു വേവലാതിയോടെ വിഹുലതയോടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട്ട് തുറച്ചു നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ വേണ്ട വേണ്ട, തഫക്കറൂ ബിഖൽഖില്ലാഹ് വലാ തഫക്കറൂ ബിദാത്തില്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു തആലാവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വത്രാലിയേ ഏകനായ അല്ലാഹുവിനെ നിനക്കറിയണോ, പടച്ച റബ്ബിനെ നിനക്കറിയാൻ ആഗ്രഹമുണ്ടോ, എന്നാൽ തഫക്കറൂ ബിഖൽഖില്ലാഹ്, അല്ലാഹുവിനെ അറിയുവാൻ വേണ്ടി അല്ലാഹു ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ പടച്ചു വെച്ച അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കലിയേ. വലാ തഫക്കറൂ ബിദാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദാത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട. അത് നിന്റെ വിവരത്തിനും നിന്റെ അറിവിനും അപ്രാപ്യമായ രീതിയിൽ ലോകത്ത് മുഴുവനും ചൂട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അറിവുകളുടെ വലയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത ലാ യുദ്രികു കുൻഹുഹു വലാ ബികുൻഹിഹി എന്ന് അറബി ഫിലോസഫി രേഖപ്പെടുത്തി കൊടുത്ത ഒരാളുടെയും ചിന്തകൾക്കോ അറിവിനോ എഴുത്തുകൾക്കോ തൂലികകൾക്കോ ചൂന്നു നിൽക്കാൻ കഴിയാതിരിക്കുന്ന ലോകത്തിന്റെ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ പ്രകാശത്തിന്റെ പുറകിലെ പ്രകാശം അല്ലാഹു നൂറുസ് സമാവാതി വൽ മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في الزجاجة الزجاجة كأنها كوكب دري يوقد من الشجرة مباركة زيتونة لا شرقية ولا غربية.
യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മലയാള ഭാഷയുടെ എത്ര വലിയ തുഞ്ചത്തെടുത്തച്ഛനും വർണ്ണിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മലയാള ഭാഷയുടെ പദാപദ അക്ഷരമുടികൾക്ക് വഴങ്ങാൻ കഴിയാത്ത, ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത പടച്ച തമ്പുരാന്റെ നൂറിനെ കുറിച്ച് വർണ്ണിക്കുന്ന ആയത്തായത്. അത് വിശദീകരിക്കാൻ എന്റെ നാവുകളുടെ ഭാഷ മതിയാവില്ല. ഒരു ഭിത്തിയുടെ മൺസരാതിന്റെ ഉള്ളിൽ സ്ഫടികത്തിന്റെ ഉള്ളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു നിറദീപം, ആ നിറദീപത്തിന് മെഴുകുതിരി ഒരു വിളക്കിന്റെ തിരിയിൽ കൊളുത്തി വെച്ച വെളിച്ചത്തിന്റെ ശോഭ, അതകത്തിരിക്കുന്ന ഗ്ലാസിന്റെ സ്ഫടികത്തിന്റെ ഉള്ളിൽ തട്ടിത്തെറിച്ചിട്ട് ആ തട്ടിത്തെറിച്ചിരിക്കുന്ന പ്രകാശം മുഴുവനും മാരിവില്ലിനേക്കാൾ മനോഹരമായി ചിതറിത്തെറിച്ച് വർണ്ണപ്രപഞ്ചത്തിന്റെ വിസ്മയം തീർക്കുന്ന, എനിക്ക് പറയാനറിയില്ല. ഇല്ല അല്ലാഹുവേ അല്ലാഹുവേ, ആ പടച്ച തമ്പുരാന്റെ പ്രകാശത്തെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ മാനവാ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്റെ സിട്ടാവിനെ അറിയണോ, അറിയുക. നിന്റെ സിട്ടാവിനെ ഖുർആൻ സംസാരിക്കുന്നു. ആ വിഷയത്തിന്റെ പ്രഥമ ഭാഗത്തിന് ഞാൻ തുടക്കം കുറിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അലിയേ, വേണ്ട തഫക്കറൂ ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സിട്ടിയെ കുറിച്ച് അന്വേഷിക്കുക. അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എത്രയോ സൃഷ്ടികളുണ്ട്. ആകാശത്തെ കുറിച്ച് ചിന്തിക്ക്, ഭൂമിയെ കുറിച്ച് ചിന്തിക്ക്, നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്ക്, നബൂലകളെ കുറിച്ച് ചിന്തിക്ക്, താരാപഥങ്ങളെ കുറിച്ച്, ഉൽക്കകളെ കുറിച്ച്, ഗാലക്സികളെ കുറിച്ച്, വാൽ നക്ഷത്രങ്ങളെ കുറിച്ച്, ഏകകോശ ജീവിയെ കുറിച്ച്, നാൽക്കാലികളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, പറവകളെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച്, കാറ്റിനെ കുറിച്ച്, കടലിനെ കുറിച്ച്, ത്തെക്കുറിച്ച്, പാറക്കെട്ടുകളെ കുറിച്ചും മന്ദമാരുതനെ കുറിച്ചൊന്നും വേണ്ട. ഈ ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ ഉള്ളിലുള്ള ഏതൊക്കെ സ്പന്ദനങ്ങളുണ്ടോ, ഏതൊക്കെ അടയാളങ്ങളുണ്ടോ, അതിനെയൊക്കെ സൃഷ്ടിച്ചതെന്റെ റബ്ബാ. അതെല്ലാം എന്റെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിപ്പാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈകിയ വേളയിൽ ആമുഖം ഞാൻ നീട്ടുന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയണോ, തഫക്കറൂ ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സിട്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണേ. അല്ലാഹുവിന്റെ സിട്ടിപ്പേരാ. അല്ലാഹുവിന്റെ സിട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിട്ടിപ്പിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച തുടങ്ങാം. അല്ലാഹുവിന്റെ സിട്ടിപ്പുകളിൽ ഏറ്റവും വലിയ സിട്ടിപ്പേരാ. അല്ലാഹുവിന്റെ സിട്ടിപ്പുകളിൽ ഏറ്റവും വലിയ സിട്ടിപ്പേരാ. അല്ലാഹുവിന്റെ സിട്ടികളിൽ ഏറ്റവും വലിയ സിട്ടികളുടെ മായാജാലം തീർത്ത, സിട്ടിപ്പിന്റെ വൈദഗ്ധ്യത്തിന്റെ മായാജാലത്തിന്റെ കരങ്ങളെ തന്നെ അസ്തിത്വത്തിൽ ഒതുക്കി വെച്ച പടച്ചുതമ്പുരാന്റെ വഹിദാനിയത്തിനെ തിരിച്ചറിയുന്ന റബ്ബിന്റെ സിട്ടികളിൽ ഏറ്റവും വലിയ സിട്ടി ഏതാ? ഏറ്റവും വലിയ സിട്ടി ഏതാ? അല്ലാഹുവിന്റെ സിട്ടിപ്പുകളിൽ ഏറ്റവും വലിയ സിട്ടി ഏതാ? ഏറ്റവും വലിയ സിട്ടി ഏതാ? മനുഷ്യനാ. ഈ തിന്നുകൊടുത്ത് 60 വയസ്സാകുമ്പോൾ മണ്ണിന്റെ അടിയിൽ പോകാനുള്ള മനുഷ്യനാ. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് എൻ്റെ കൂടെ വരണം. കൂടുതൽ ഞാൻ നീട്ടൂല ഈ പ്രസംഗം, കാരണം അങ്ങനെ നീട്ടാനുള്ള പ്രസംഗം അല്ല. സ്വർഗം നരകമൊക്കെ പറയണം, എത്ര വേണേലും നീട്ടാം. ഹൂർലിങ്ങളെ പറയുമ്പോൾ ഇവിടുത്തെ പെണ്ണിനെ പറയാം. ഇതങ്ങനെയൊന്നുമില്ല, ഇത് മാത്രം. ഒന്ന്, അള്ളാഹുവിനെ അറിയേണ്ടത് അവന്റെ സിട്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. ഒന്ന്. രണ്ട്, അള്ളാഹുവിന്റെ സിട്ടികളിൽ ഏറ്റവും വലിയ സിട്ടി ഏതാ? ആ സിട്ടി ഏതാന്ന് അള്ളാഹു തന്നെ പറയട്ടെ. അവനെ അറിയുവാൻ അവൻ എവിടെയൊക്കെയാണ് ദൃഷ്ടാന്തങ്ങൾ വെച്ചത്. സനുരീം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു പറയാ, സുനീം ആയാതിനാ, അള്ളാഹുവിനെ അറിവാനുള്ള ദൃഷ്ടാന്തങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫിൽ ആഫാഖി, ചക്രവാളങ്ങള്, ഈ ആകാശലോകത്തിന്റെ ചക്രവാളങ്ങളിലും, വഫീ അൻഫുസിഹിം, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിലും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിലും അള്ളാഹുവിനെ അറിയുവാനുള്ള, അള്ളാഹുവിനെ ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നാസയിൽ പോകണ്ട, ISROയിൽ പോകണ്ട, ലോകത്തിന്റെ ഗവേഷണ കേന്ദ്രങ്ങളിലോ, കാലിഫോർണിയ സർവകലാശാലയുടെ ഗവേഷണ മേശകളിലോ, ചിക്കാഗോ സർവകലാശാലകളുടെ ഗവേഷണ പരിധികളിലോ,
നിങ്ങൾ പോയി അള്ളാഹുവിനെ കാണാൻ ഏതെങ്കിലും ലബോറട്ടറിക്കുള്ളിൽ ഒരു അമീബ എടുത്തൊരു ബാക്ടീരിയ എടുത്ത് വെച്ചിട്ട് ആ ലബോറട്ടറിയില് മൈക്രോകുലറിലൂടെ നിങ്ങൾ അതിലേക്ക് നോക്കണ്ട. അള്ളാഹുവിനെ ഏകനായ അള്ളാഹുവിനെ അറിയണോ? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തെ വെച്ചത് വഫീ അൻഫുസിഹിം, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വഫീ അൻഫുസിഹിം, നിന്റെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ. ആ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. എന്തിനാ ചക്രവാളങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്നെ അറിയാനുള്ള ഉദാഹരണങ്ങൾ വെച്ചത് എന്തിനാ? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹുവാണ് യഥാർത്ഥ ഉടമസ്ഥനെന്ന് തിരിച്ചറിയാൻ, ആ തിരിച്ചറിവിലൂടെ ഹൃദയത്തിൽ ഒരു വലിയ വിശ്വാസം രൂപാന്തരപ്പെടാൻ. അവലമേ യക്ഫി ബിറബ്ബിക, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് പോരെയോ എന്ന അചഞ്ചലമായ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാനാണ് നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു അവനെ തിരിച്ചറിയാനുള്ള ദിട്ടാന്തങ്ങളെ വെച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നെട്ടൂർ പ്രഭാഷണത്തിൽ വലിയ പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനിനി പറയാൻ പോകുന്നത് ഏഴാകാശത്തിനപ്പുറയുള്ള കാഴ്ചകളല്ല, നരകത്തിന്റെയോ സ്വർഗത്തിന്റെയോ അനുഭൂതികളും ആരവങ്ങളുമല്ല. നാം പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരേ ഒരു ഭാഗത്ത് ഏകനായ അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദഗ്ധ്യത്തെ തിരിച്ചറിയാൻ, അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ തിരിച്ചറിയാൻ അല്ലാഹു പറയാ, നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ 60-70 വർഷം ഈ ഭൂമിയുടെ മുകളിലൂടെ നടന്ന് അവസാനം മരിച്ചു മണ്ണിലേക്ക് കുടിച്ചിട്ടാൽ 3 ദിവസം മുതലേ അടുകി മണ്ണിനോട് ചേർന്ന് പോകുന്ന ഈ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ കുറിച്ച് നീ എന്താ ചിന്തിച്ചത്? ഇത് വെറുതെ ഒരു ശരീരമല്ല. മഹാനായ അല്ലാമ ബൈളാവി റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയതുപോലെ, മനുഷ്യ അതളുന്നു അന്നക ജിർമുൻ സഗീറുൻ, നീ ഇതൊരു ചെറിയ ശരീരമായിട്ട് വിലയിരുത്തുകയാണോ? വഫീക ദവാൽ ആലമുൽ അക്ബറു, വഫീക ദവാൽ ആലമുൽ അക്ബറു, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ലോകം ഇങ്ങനെ കിടക്കുകയാ. നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വലിയ ലോകമുണ്ട്. ആ വലിയ ലോകത്തിലേക്ക് നമ്മുടെ ചർച്ച കടന്നു പോവുകയാ. അള്ളാഹു നമുക്ക് നൽകിയ മനുഷ്യ ശരീരം എന്ന ഈ ബൃഹത്തായ ലോകത്തില് ഏറ്റവും ചെറിയ ഒരു അവയവത്തിലേക്കാണ് ഞാൻ ഇന്ന് എന്റെ ശ്രദ്ധ വിളിക്കുന്നത്. നിങ്ങളെ വിളിക്കുന്നത് ഞാൻ ആ ചെറിയ ഒരു അവയവത്തിലേക്കാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയുമ്പോ, ധാരാളം അനുഗ്രഹങ്ങളെ അള്ളാഹു എണ്ണി എണ്ണി ചോദിക്കുമ്പോ, ആ സമയത്ത് അള്ളാഹു മനുഷ്യ ശരീരത്തെ കുറിച്ച് ചോദിച്ചൊരു അനുഗ്രഹമാണ് അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണുകൾ തന്നില്ലോ? അള്ളാഹു ഓരോ സമയത്തും നമ്മോട് എടുത്തു ചോദിച്ച മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അള്ളാഹു അനുഗ്രഹം ചോദിച്ചപ്പോ അള്ളാഹു എടുത്തെടുത്ത് ചോദിച്ചൊരു അനുഗ്രഹമല്ലേ അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണുകളെ തന്നില്ലയോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ണാണ്. കണ്ണ് മാത്രം, വേറൊന്നുമില്ല. അള്ളാഹുവിനെ അറിയാണ് മനുഷ്യ ശരീരത്തിലൂടെ. ഇനി അടുത്ത പ്രസംഗത്തിൽ നാവ്, ഹൃദയം, കാല്, കൈ, ഇങ്ങനെ മനുഷ്യ ശരീരത്തിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു പുതിയ പ്രഭാഷണ പരമ്പരക്ക് നെട്ടൂർ പ്രഭാഷണം തുടക്കമാവുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് കണ്ണാണ്. എന്തിനെ കുറിച്ചാണ്? കണ്ണ് കാണൂലേ? എന്നെ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. കണ്ണ് മാത്രം, ഒരൊറ്റ വിഷയമാണ്. അള്ളാഹു വിഷയത്തിലൂടെ നമ്മുടെ കണ്ണ് തുറന്നു തരട്ടെ. ഇതൊന്ന് മനുഷ്യന്മാരാമയും പറയും. അള്ളാഹു നമ്മുടെ കണ്ണ് തുറന്നു തരട്ടെ. നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല, ഈ എല്ലാ കണ്ണും തുറക്കണം. കണ്ണു വേണം ഇരുഭാഗങ്ങളിലെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നൊരു കണ്ണ് വേണം, അണയാത്ത കണ്ണ്. കടമ്മനിട്ടയുടെ കോഴി എന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ കടമ്മനിട്ട പാടിയതാണ് ഈ 2 കണ്ണുകൊണ്ട് കഥയില്ല, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്നൊരു ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. കണ്ണിന്റെ ഉള്ളിലൊരു കണ്ണ് വേണം, ആ കണ്ണ് തുറന്നിരിക്കണം. അതാണ് അകക്കണ്ണ്. തദ്കിറത്തൻ ലിഉലിൽ ഖൂബി വൽ അബ്സാർ.
ആ അകക്കണ്ണുകളെ തുറക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകളെ കുറിച്ച് അറിയണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വിഷയം കണ്ണാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സമയം എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. 2 മണിക്കൂറിൽ നിർത്താനാണ് എൻ്റെ താല്പര്യം. പക്ഷെ ഇപ്പം തന്നെ ആമുഖം പറഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ എത്ര വരെ ഇരിക്കണം അതുവരെ ഞാൻ പറയും. എനിക്കിപ്പോൾ ദൂരെ ഒന്നും പോവണ്ട. എന്തോ ഞാൻ മാനസികമായിട്ട് നല്ല ഡിസോർഡറായൊരു ദിവസമായിരുന്നു. മാനസികമായി ഞാൻ ഭയങ്കര ഡിസോർഡറിലാണ് ഈ ദിവസം. ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത പോലെ ഡിസോർഡറാണ്. പക്ഷേ സദസ്സി വന്നപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി. കാരണം നമ്മളെ പ്രതീക്ഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു സമൂഹത്തെ കാണുമ്പോൾ മാറും. മാനസികമായിട്ട് എന്തോ എന്നാൽ വലിയ കാര്യം വല്ലതും ഉണ്ടോ? ഒന്നും ഇല്ലതാൻ. എല്ലാവർക്കും അങ്ങനെയല്ലേ? ഭയങ്കര ഡിസോർഡറാണ്. വളരെ തയ്യാറെടുപ്പോടു കൂടിയൊക്കെ പ്രസംഗിക്കണമെന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷെ ഒന്നിനും കഴിഞ്ഞില്ല. അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യമായിട്ട് വിഷയത്തെ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് കണ്ണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം കണ്ണുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങളുണ്ട്. കണ്ണുകൊണ്ട് എന്താണ് കാണേണ്ടത്, എന്താണ് കാണാൻ പാടില്ലാത്തത്, എപ്പോഴാണത് തുറക്കേണ്ടത്, എപ്പോഴാണ് കണ്ണടയ്ക്കേണ്ടത് എന്നൊക്കെ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഫീലൗൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിൽ. ഖുർആനിൽ ഒരു വിഷയത്തിന് ഒരു പഞ്ഞവുമില്ലല്ലോ. എന്നെ സംബന്ധിച്ചോളം ഒരു ഇഷ്ടപ്പെട്ട വിഷയമാണ് താനും. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഞാൻ മാന്യമായിട്ട് പറയണമെങ്കിൽ ആദ്യം നിങ്ങൾ ആമീൻ പറയണം, സലാത്ത് ചൊല്ലണം, സദസ്സും ഉഷാർ. ആള് ധാരാളമുണ്ട്, കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുണ്ട്. പക്ഷേ സലാത്തും ദുആയും കുറവും. അങ്ങനെ ആയാൽ എന്നെ ഇപ്പം നേരെയാക്കേണ്ട, എൻ്റെ മനസ്സൊക്കെ ബാലൻസ് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളാണ്. ചില സമയത്ത് ഞാൻ നിങ്ങളെ ബാലൻസ് ചെയ്യിപ്പിക്കും. ഇന്ന് പ്രസംഗം നിന്നവണെങ്കിൽ നിങ്ങൾ എന്നെ ബാലൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഉറക്ക സ്വലാത്ത് പറഞ്ഞു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മുമ്പിൽ മാത്രം ഒരു ചെറിയ അനക്കമുണ്ട്, ഇല്ല കുളത്തിലൊരു ചെറിയ കൊച്ചു കല്ലിട്ട മാതിരി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദ്യം നമുക്ക് ചിന്തിക്കാൻ. രണ്ടാമത്തെ പോയിന്റ് എന്താ കണ്ണ്. ലെക്ചർ ഹോസ്പിറ്റലിൽ പുറകിലാണ്. ഇവിടെയാണ് മനുഷ്യ ശരീരത്തെ കുറിച്ച് നാം ചർച്ച ചെയ്യാൻ പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു അനുഗ്രഹം, അലം നജ്അൽ ലഹു ഐനൈൻ, നിനക്ക് ഞാൻ 2 കണ്ണുകളെ തന്നില്ലയോ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണ്? ആദ്യം ഓരോന്നോരോന്നായി അവസാനം വരെ, മഹ്ശറ വരെ, ഈ വിഷയത്തും സ്വർഗം വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ കാണാൻ നിങ്ങൾക്ക് സുന്ദരമായ കണ്ണ് നൽകിയില്ലയോ? ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാഴ്ചകളെയും നമ്മൾ കാണുന്ന നമ്മുടെ സുന്ദരമായ 2 കണ്ണുകൾ. ആ കണ്ണുകൾ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാ. അതുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾക്ക് കണ്ണൊരു പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട്. മർലിൻ മൺറോയുടെ കണ്ണുകളെ കുറിച്ച് വാദാരമാകുന്ന സാഹിത്യകാരന്മാരുണ്ട്. ഓരോ സാഹിത്യകാരന്മാരും ഓരോ കണ്ണുകളെ പ്രതിപാദിക്കുമ്പോ മലയാളത്തിൽ അടുത്ത സമയത്തിറങ്ങിയ കവിതകളിലൊക്കെ കണ്ണ് വലിയൊരു പ്രമേയമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ഫാസിസത്തിനെതിരെ നിലകൊണ്ട പ്രധാനപ്പെട്ട ഒരു കവി സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കിട്ട പേര് തന്നെ കണ്ണ് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണേ നീയാണ് എനിക്ക് ശാപം, നീയുള്ളത് കണ്ടാണല്ലോ എനിക്കിതൊക്കെ കാണേണ്ടി വന്നത്. ഗുജറാത്തിലും കാശ്മീരിലും പച്ച മനുഷ്യരെ പച്ചയോടെ കത്തിക്കുന്ന രൂക്ഷമായ ഗന്ധം വന്നപ്പോ ആ പശ്ചാത്തലത്തിൽ മലയാളത്തിന്റെ മഹിതമായ സാഹിത്യകാര സച്ചിദാനന്ദനെതിരെ കവിതയിൽ ഇന്ത്യ രാജ്യത്തിനെയും ലോകത്ത് നടക്കുന്ന നിരപരാധികളായ മനുഷ്യരുടെ പച്ചാംശത്തിലേക്ക് തീനാളങ്ങൾ വിശപ്പ് തീർക്കാൻ കടന്നു വരുമ്പോ ആ കാഴ്ചകളെ കണ്ട് കണ്ണുനീരൊലിപ്പിച്ച് കവി സച്ചിദാനന്ദൻ എഴുതിയ കവിതയുടെ പേര് കണ്ണെന്ന. കണ്ണേ നീയാണ് എനിക്ക് ശാപം, നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ദുരന്ത കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വരുമായിരുന്നില്ലല്ലോ. മലയാളത്തിന്റെ വിപ്ലവ കവിയായിരുന്ന മുരുകൻ കാട്ടാക്കടയും കണ്ണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കണ്ടുമടുത്തു, കാഴ്ച മടുത്തു. ഈ മടുത്തു എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതുന്ന കവിത, കണ്ണടകൾ വേണം, മങ്ങിപ്പോയ കാഴ്ചകൾ കണ്ടു മടുത്തുപോയിന് കാണാൻ കണ്ണടകൾ വേണം.
എന്ന അദ്ദേഹം എഴുതിയ കവിത ഈ മലയാളത്തിലെ കാവ്യലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട കവിതയാ. എന്നാ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, ഈ കാണുന്ന കണ്ണ് ഏറ്റവും വലിയ അത്ഭുതമാകുമ്പോ എന്തുകൊണ്ടാണ് കണ്ണ് കവിതയിലെ പ്രതിപാദ്യ വിഷയം മാത്രമല്ല, കലാകൗമുദികയെ പോലും തോന്നിച്ചുപോയ കവിതാ സൗകുമാര്യത്തെക്കാളേറെ സൗകുമാര്യം നൽകിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കണ്ണിനെ കുറിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാ. എന്താ കണ്ണെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് വെറും 28 ഗ്രാം തൂക്കമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണ്. മനുഷ്യ ശരീരത്തിലെ കാഴ്ചകൾ കാണുന്ന ഈ കണ്ണും മസ്തിഷ്കവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമാണ് കണ്ണെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തെ. കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന പരിണാമ സിദ്ധാന്തം പറഞ്ഞ ഡാർവിൻ പോലും എങ്ങനെയാണ് മനുഷ്യന് ഈ കണ്ണുകൾ ഉണ്ടായതെന്ന് ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പോലും ഉത്തരം പറയാതെ ദ ഒറിജിനൽ സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന തന്റെ പുസ്തകത്തിൽ അവസാനം അദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം പറഞ്ഞ ചാൾസ് ഡാർവിന് പോലും എങ്ങനെയാണ് മനുഷ്യന് സുന്ദരമായ 2 കണ്ണുകൾ ഉണ്ടായതെന്ന ചോദ്യത്തിന് മുമ്പ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ കണ്ണുകൾ. ആ കണ്ണെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം തന്നെ വെറും 28 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കവും കണ്ണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെയല്ലയോ സഹോദരാ നമ്മൾ ഈ കാഴ്ച കാണുക. നമ്മുടെ ജന്മം നൽകിയ ഉമ്മയുടെ മുഖമൊന്ന് കാണാ, നമ്മുടെ പൊന്നുമക്കളുടെ മുഖത്തേക്ക് നമുക്കൊന്ന് തുറച്ചു നോക്കാം. നമ്മൾ കണ്ണു തുറന്നാൽ ദിശപ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ കാണാൻ കണ്ണില്ലാത്തൊരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്ക്. എനിക്കറിയില്ല, ഞാൻ കണ്ണിനെ കുറിച്ച് പറയാൻ ഇങ്ങനെ ആലോചിച്ചു വരുമ്പോഴാണ് സദസ്സിൽ വന്നിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സനോജ് നെട്ടൂർ എൻ്റെ കയ്യിലുണ്ട് വന്നൊരു വെള്ള പേപ്പർ തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഉസ്താദേ എൻ്റെ മോള് ജനിച്ചിട്ട് ഇതേവരെ കണ്ണ് തുറന്നിട്ടില്ല. ഡോക്ടർമാര് പറയുന്ന എൻ്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കിട്ടുകയില്ല എന്ന, എൻ്റെ പൊന്നുമോൾക്ക് കണ്ണിന് കാഴ്ച കിട്ടാൻ ദുആ ചെയ്യണേ എന്ന ഒരു മാതാവിന്റെ ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞൊരു പേപ്പർ വായിച്ചിട്ടാണ് ഞാൻ അള്ളാഹുവിന്റെ കണ്ണ് എന്ന് പറയുന്ന വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കണ്ണിനെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സംവിധാനങ്ങൾ എത്രയാ. ഈ കണ്ണിന്റെ കൺപോളകൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 1 മിനിറ്റിൽ 17 പ്രാവശ്യം ഈ കൺപോളകൾ നാം അറിയാതെ നമ്മൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 1 മിനിറ്റിൽ 17 പ്രാവശ്യം, 1 മണിക്കൂറിൽ 1200 പ്രാവശ്യം, അങ്ങനെ ഒരു ദിവസം 28,800 പ്രാവശ്യം, ഒരു ദിവസം 28,800 പ്രാവശ്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കണ്ണിന്റെ പോണകളെ നാം അങ്ങോട്ടും ഇങ്ങോട്ട് ചലിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് 1 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താൽ 10 മിനിറ്റോളം 10% ഒരു യാത്രയുടെ 10% നമ്മൾ കണ്ണടച്ചാ യാത്ര ചെയ്യുക. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അറിയാറില്ല. ഏത് സമയത്ത് നമുക്ക് ആവശ്യം വന്നാലും ഒരു പൊടി നമ്മുടെ കണ്ണിലേക്ക് വീഴാൻ വരുമ്പോ തീവ്രമായ പ്രകാശത്തിലേക്ക് നോക്കുമ്പോ കൺപോളെ അറിയാതെ അടഞ്ഞു പോവുകയാ. അതടയുമ്പോൾ ഒരു കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസിന്റെ വൈപ്പർ ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കുന്നത് പോലെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള മുഴുവൻ അഴുക്കുകളും തുടച്ചു വൃത്തിയാക്കി ഈ കണ്ണിനൊരു പോറലേൽക്കാറ് അതിനെ സംരക്ഷിക്കും നമ്മുടെ കൺപോളകളുണ്ടല്ലോ. ആ കണ്ണിന്റെ ഉള്ളിലൊരു സ്ക്രാച്ച് സംഭവിച്ചാൽ 48 മണിക്കൂർ കൊണ്ട് സ്വന്തമായിട്ട് അതിനെ പരിഹരിക്കാൻ കണ്ണിന് കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല 28 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ കണ്ണിന്റെ ഉള്ളിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം കോശങ്ങളുണ്ട്. 1,20,00,000 വരുന്ന റോഡ് കോശങ്ങളുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന, തീവ്രമുള്ള വെളിച്ചത്തിൽ തെളിയിക്കാൻ സഹായിക്കുന്ന, ഇങ്ങനെ കണ്ണിന്റെ വിവിധമായ കാഴ്ചകളെ കോപിപ്പിക്കുന്ന ഏതാണ്ട് 2 ലക്ഷത്തോളം കോശങ്ങൾ നമ്മൾ ഈ ചെറിയ 28 ഗ്രാം തൂക്കമുള്ള ഒരവയവത്തിന്റെ ഉള്ളിൽ 2 ലക്ഷത്തോളം വരുന്ന, 2 കോടിയോളം വരുന്ന, 2 കോടിയോളം വരുന്ന കോശങ്ങൾ മുഴുവനെ സജ്ജീകരിപ്പിക്കാൻ കഴിഞ്ഞ അല്ലാഹ്
ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്രയോ വലിയ ഉദാരമുള്ളവനാ, അവൻ എത്രയോ വലിയ സിട്ടാവാണ്. നമ്മളൊരു സാധനം നമ്മൾ എങ്ങനെയാ കാണാൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കാണണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ സങ്കല്പിക്കുക. ഒരു ക്യാമറ കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പോകുന്ന വസ്തുവിന്റെ ദൂരമനുസരിച്ചതിന്റെ ലെൻസിനെ നമ്മൾ ക്രമീകരിക്കണം. ആ ലെൻസിനെ ഒരു ഫോട്ടോഗ്രാഫർ ക്രമീകരിക്കുന്നത് അതിനെ മുൻപോട്ടും പിമ്പോട്ടും ചലിപ്പിച്ചു മാറ്റിക്കൊണ്ടാ. പക്ഷേ കണ്ണെന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഫോട്ടോ ക്യാമറ, ആ ക്യാമറ എങ്ങനെയാണ് ചെയ്യുന്നത്? ലെൻസിനെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുകയല്ല, അതതിന്റെ ലെൻസിനെ ഓരോന്നിന്റെ ഈ ദൂരമനുസരിച്ച് വക്രീകരിക്കുകയാണ്. ആ വക്രീകരിക്കുന്ന സമയത്ത് നാം കാണാൻ പോകുന്ന സ്വരൽപ്പം അകലെയാണെങ്കിൽ, ഞാനിപ്പോ ആ ക്യാമറ കാണുന്നുണ്ട്, ആ ക്യാമറ എന്റെ കണ്ണിൽ നിന്ന് അകലെയാണെങ്കിൽ അകലത്തിനനുസരിച്ച് എന്റെ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികൾ ചുരുങ്ങും. ചുരുങ്ങിയിട്ട് എന്റെ ലെൻസിന് വക്രീകരണം, ഗോളാകൃതിയിൽ വക്രീകരണം കൂടും. ഈ വസ്തുവിന്റെ അകലമനുസരിച്ച് ഈ ലെൻസിന്റെ ഭാഗത്തുള്ള പേശികള് മെല്ലെ ക്രമീകരിക്കപ്പെട്ട് അതിന്റെ ലെൻസിനെ വക്രീകരിച്ച് അതിനനുസരിച്ച് കാഴ്ചയെ സംവിധാനിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അല്ലാഹു തന്ന കാഴ്ചയുടെ അനുഗ്രഹം അറിഞ്ഞു വസ്തുവിന്റെ അകലമനുസരിച്ച് ലെൻസിന്റെ സൈഡിലുള്ള പേശികളെ വലിയാനും കുറുകാനും നിർദ്ദേശം കൊടുക്കുന്നത് തലച്ചോറാ. ആ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുമ്പോ വസ്തുവിന്റെ അകലമനുസരിച്ച് പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫോട്ടോഗ്രാഫർ എത്ര മിനിറ്റ് ലെൻസ് മുമ്പോട്ടും പുറകോട്ട് ചലിപ്പിച്ച് ക്രമീകരിക്കണം. പക്ഷേ ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ തലച്ചോറിൽ നിന്ന് സിഗ്നൽ വന്ന് ആ സിഗ്നൽ അങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കാഴ്ച ക്രമീകരിച്ച് ആ വസ്തുവിനെ കാണാൻ സെക്കൻഡിലൊരംശം കൊണ്ട് ഇതിനെ സംവിധാനിക്കുന്നവരാരാ? ഓ സംവിധാനിക്കുന്ന തമ്പുരാനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏകനായ എൻ്റെ അല്ലാഹ് നമ്മുടെ ശരീരത്തിന് അല്ലാഹു കണ്ണുനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ കണ്ണുനീരെന്നറിയോ? ആ കണ്ണിന്റെ ഉള്ളിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു അണുനാശിനി പോലെയുള്ള ഒരു ഹോർമോൺ ഉണ്ട്. ആ കണ്ണുനീര് വെളിയിലോട്ട് വരുമ്പോ അത് കണ്ണിനെ കഴുകി ശുദ്ധിയാക്കുകയോ. എങ്ങാനും ഒരു പൊടി വന്നിട്ട് നമ്മുടെ കണ്ണിന് വീഴുമ്പോ ആ സമയത്ത് കണ്ണുനീര് ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പൊടിയെ വെളിയിലോട്ട് തള്ളുന്നതാരാ? ആ കണ്ണിലെങ്ങാനും പൊടി വീഴുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണുനീര് വന്നില്ലെങ്കിൽ കണ്ണിന്റെ ഉൾഭാഗം ഉണങ്ങി ഡ്രൈ ആയിരുന്നാൽ ആ പൊടി നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ തുളച്ചു കയറില്ലേ? അത് നമ്മുടെ കാഴ്ചയെ ക്ഷയപ്പെടുത്തുകയില്ലേ? കണ്ണുനീര് തദാനുസൃതമായിട്ടൊരു പൊടി വന്ന് വീണാൽ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നു. ലൈസോസൈം എന്ന് പറയുന്ന തീവ്രമായ അണുനാശിനിയുടെ ഗുണം ചെയ്യുന്ന ലൈസോസൈം ആ കരടിനെ വെളിയിലോട്ട് തള്ളുന്നു. എന്നാൽ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ശാസ്ത്രീയമായ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് തന്നെ എല്ലാം ചർച്ച ചെയ്യണമെങ്കിൽ ഡോക്ടറേറ്റ് വേണമെന്നില്ല, അവന്റെ വായന മാത്രം മതി. സഹോദരാ, ആ സമയത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണുനീര് ധാരാളം ഉണ്ടാവാറുണ്ട്. നമ്മൾ സങ്കടത്തോടെ കരയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു ദിവസം 3/4 ഗ്രാം കണ്ണീരാണ് വരുന്നതെന്നാണ് കണക്ക്. കരയുമ്പോ കണ്ണീര് വരാറുണ്ട്, സങ്കടം കൊണ്ട് കരയുമ്പോ. ഇനി സന്തോഷം വരുമ്പോ കണ്ണുനീര് വരാറുണ്ട്. അതോടൊപ്പം തന്നെ പെണ്ണുങ്ങൾ അടുക്കളയിലിരുന്ന് ഉള്ളി എരിയുമ്പോ, സവാള എരിയുമ്പോ കണ്ണുനീര് വരാറുണ്ട്. ഈ 3 സമയത്തും വരുന്ന കണ്ണുനീര് ഒരുപോലെയല്ല. അള്ളാന്റെ സെട്ടിപ്പിന്റെ വ്യത്യസ്തത കണ്ടോ? സങ്കടം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീര്, സന്തോഷം കൊണ്ട് കരയുമ്പോ വരുന്ന കണ്ണീരും, ഉള്ളി എരിയുമ്പോൾ കിട്ടുന്ന കണ്ണുനീരും കൊണ്ടുപോയി ഒരു ലബോറട്ടറിയുടെ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ പരിശോധിച്ചാൽ 3 കണ്ണുനീരിലും ഉൾക്കൊള്ള 3 കണ്ണുനീരിന്റെ ഈ ഘടന തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹുവേ, 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 നിന്റെ സിട്ടിപ്പിന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് കുനിക്കുന്നു. അല്ലാ, ഒരേ സാധനത്തിന് തന്നെ വികാരത്തിനനുസരിച്ച്, അതിന്റെ പുറകിന്റെ സന്തോഷവും സന്താപവുമുള്ള വികാരത്തിനനുസരിച്ച് ഘടനയിൽ മാറ്റം വരുത്തിയ അല്ലാ,
അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കണ്ണിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവസാനിക്കുകയില്ല. അല്ലാഹുവേ അല്ലാഹുവേ, കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്, കണ്ണൊരു വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു ആ കണ്ണെന്ന് പറയുന്ന ഏറ്റവും വലിയ ക്യാമറ. നമ്മുടെ ഈ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം അറിയോ? ഈ കണ്ണൊരു ക്യാമറയായിട്ട് സങ്കല്പിച്ചാൽ, ഇപ്പൊ ഇവിടെ MFIP-യുടെ ക്യാമറയുണ്ട്, അല്ലാത്തതിന്റെ ക്യാമറയുണ്ട്, എന്റെ ഫോട്ടോ എടുക്കുന്ന അബ്ദുള്ളയുടെ ക്യാമറയുണ്ട്. ആ ക്യാമറയെ, ഈ കണ്ണിനെ നമ്മളൊരു ക്യാമറയായിട്ട് നമ്മളെങ്ങാനെ സങ്കല്പിച്ചാൽ, നമ്മുടെ ഈ കണ്ണിന്റെ ക്യാമറയുടെ മെഗാ പിക്സൽ എത്രയാണെന്നറിയോ? 576 മെഗാ പിക്സൽ ക്യാമറയാ അല്ലാഹു കണ്ണിൽ വെച്ചിരിക്കുന്നത്. iPhone 6 എന്ന ആപ്പിൾ കമ്പനിയുടെ ഏറ്റവും വലിയ, ഏറ്റവും നൂതനമായ ഫോണിന്റെ ക്യാമറ പോലും വെറും 7 മെഗാ പിക്സലാ. 7 മെഗാ പിക്സലാണ്. ഇപ്പൊ i7 ആണ്. i6 ഏതാണ്ട് 8 മെഗാ പിക്സൽ മാത്രമാണുള്ളത്. i7 10 മെഗാ പിക്സൽ എന്ന് കരുതാ. ആപ്പിൾ കമ്പനി അല്ലാഹുവിന്റെ സിറ്റികളിൽ ഒരുവനായ, കോടാനു കോടി സിറ്റികളിൽ ഒരുവനായ പടച്ചതമ്പുരാൻ കൊടുത്ത ബുദ്ധി കേന്ദ്രങ്ങളിൽ കോടാനുകോടികളിൽ ഒരുവനായ ആപ്പിൾ കമ്പനിയുടെ ഗവേഷണശാലയിൽ ഇരിക്കുന്ന പടച്ചറബ് ഓസാരമായി കൊടുത്ത ബുദ്ധി കൊണ്ട് വികസിപ്പിച്ചെടുത്ത ക്യാമറ വെറും 8 മെഗാ പിക്സലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വടിയരികിലിരിക്കുന്ന യാതകന്റെ നെറ്റിത്തടത്തിന്റെ താഴെ വെച്ച് കൊടുത്ത ഒരു കണ്ണിനെ ക്യാമറയായി സങ്കല്പിച്ചാൽ, ആ ക്യാമറയുടെ വലിപ്പം 576 മെഗാ പിക്സലാ. അല്ലാഹുവേ, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ, അല്ലാഹുവേ നിന്റെ സെറ്റപ്പിന് ഞങ്ങൾ, അല്ലാഹുവേ നിന്റെ സെറ്റപ്പിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അല്ലാ, 28 ഗ്രാം മാത്രം തൂക്കമുള്ള ഈ ഒരു കണ്ണിന്റെ ഉള്ളിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം പ്രവർത്തന ഭാഗങ്ങളുള്ള അതിസങ്കീർണമായ അവയവമാണ് നമ്മുടെ കണ്ണ്. 28 ഗ്രാം മാത്രം തൂക്കമുള്ള കണ്ണിന്റെ ഉള്ളിൽ 20 ലക്ഷത്തോളം പ്രവർത്തന ഭാഗങ്ങളെ ഈ കുഴിക്കുള്ളിൽ അല്ലാഹു അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പറയാൻ സമയമില്ല. ഇത് റബ്ബിന്റെ സിട്ടിപ്പാണ്, എങ്ങനെ പറഞ്ഞു തീർക്കാനാണ്? അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നിങ്ങൾ മറൈൻ ഡ്രൈവിൽ പോയാൽ, കൊച്ചിയിൽ പോയാൽ, അവിടെ വിശാലമായ കരയിലേക്ക് തലതല്ലി തിരിച്ചു വരുന്ന തിരമാലകളെ കണ്ടിട്ടുണ്ടോ? കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ എറണാകുളം ജില്ലയിൽ ഏത് മാലിന്യവും പോയി വീഴുന്നത് കടലിലാ. ലോകത്തുള്ള ഏത് മാലിന്യം വീഴുന്നത് കടലിലാ. ഈ മാലിന്യമൊക്കെ കടലിൽ വീഴുമ്പോ കടലിന് രൂക്ഷഗന്ധമുണ്ടാവേണ്ടതല്ലേ? പക്ഷേ രൂക്ഷഗന്ധമുണ്ടാവാതിരിക്കാനുള്ള കാരണം, കടൽ വെള്ളത്തിൽ അല്ലാഹു ഉപ്പുരസം ചേർത്തിട്ടുണ്ട്. ഉപ്പുരസമുള്ള ഒരു സാധനത്തിന് പെട്ടെന്ന് സാധനങ്ങൾ ചീഞ്ഞടിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എപ്പോഴും വെള്ളത്തിന്റെ ദ്രാവകത്തിന്റെ സ്പർശനമുള്ള 28 ഗ്രാം തൂക്കമുള്ള ഈ കണ്ണിന് അല്ലാഹു വെച്ചിരിക്കുന്നത് കണ്ണുനീരെന്ന വെള്ളത്തിന്റെ ഉള്ളിലാ. ആ കണ്ണുനീരാണ് അല്ലാഹു ഉപ്പുരസം കൊടുത്തത്. ആ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഉറക്കെ പറയാം, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവേ, നിന്റെ സിട്ടിപ്പ് നീ ഉദാരമാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ സദസ്സി കേൾക്കാമെന്നവരോട് വെറുതെ വാല് കേൾക്കാനല്ല, അല്ലാഹു തന്ന ഈ അനുഗ്രഹത്തിന്റെ വില അറിയാമല്ലോ. അതുകൊണ്ട് പടച്ചറബിനോട് ഉറക്കെ പറഞ്ഞു, ഇത്രയും സുന്ദരമായ 2 കണ്ണെനിക്ക് തന്ന അല്ലാ, അൽഹംദുലില്ലാഹ്. ഇതേവരെ എന്റെ കണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാനൊരു ഹംദ് പറഞ്ഞിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പടച്ചറബിനോട് ഉറക്കെ പറഞ്ഞു, ഈ കൺപോളയൊന്ന് താന്നു പോയാൽ, ഈ ലെൻസ് ഒന്ന് ക്രമീകരണം വിട്ടുപോയാൽ, ഈ ലോകത്തിന്റെ വെളിച്ചവും ഇരുട്ടുകയാണ്. അവസാനം വരെ അന്ധനായി കഴിയേണ്ടി വരുമെങ്കിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാ. പറയുന്ന ഉറക്കെ പറ, അൽഹംദുലില്ലാഹ്. പറ മനുഷ്യന്മാരെ, നിങ്ങൾ എന്നിട്ട് എങ്ങോട്ട് വാന്ന് പറയാൻ പോലും? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് ഒരൽഹംദുലില്ലാഹ്. നിങ്ങൾ എന്താ എറണാകുളത്തുകാരാ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്, ഈ തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ ഒരൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞാൽ ഒരു 3 എണ്ണം പറയും. തൃശ്ശൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞാൽ അരയെ പറയും. ഓ, സ്വഭാവം അത്.
നിങ്ങളിപ്പോൾ എന്ത് കരുതിയിട്ടും കാര്യം, അതെന്ത് മണ്ണിൻ്റെ ബറക്കത്താണ്, അത് അങ്ങോട്ടൊരു ബറക്കത്തുണ്ട്. ഉസ്താദ് എന്താ ഇങ്ങോട്ട് ഡേറ്റ് തരാത്ത? ഇതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ സമയം കുറേ പോകും. ഇതുകൊണ്ട് തന്നെ ഒരു സദസ്സിൽ കേൾക്കാൻ വേണം, മിണ്ടാതിരിക്കാനാണ്. പിന്നെ എന്തിനാ എഴുന്നേറ്റ് പോകും? മിണ്ടാതിരിക്കാനൊന്നും മെല്ലെ എഴുന്നേറ്റ് പൊക്കോളി, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ഇവിടെ 10 പേരെ കസേരയുള്ള ഞാൻ അത് പറയും. എൻ്റെ അഹങ്കാരമായിട്ട് നിങ്ങൾ കരുതിയാൽ ഓക്കെ. ഈ പറഞ്ഞ വാക്ക് എൻ്റെ അഹങ്കാരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിനകത്ത് ഞാൻ നിങ്ങളോട് ഒരു തർക്കത്തിനുമില്ല. എൻ്റെ അഹങ്കാരമാണെന്ന് കരുതിക്കോളി. നിങ്ങൾക്കിവിടെ വന്നിരുന്നിട്ട് രാമീം പറയാനും സലാത്ത് പറയാനും പറ്റൂല. നിങ്ങൾ മെല്ലെ വീട്ടിൽ പോയിരുന്നോളി. എന്താ വന്നിരിക്കണേ? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഇതൊരു ഗാനമേളയല്ലല്ലോ, ഇതൊരു ആത്മീയ സദസ്സാണ്. ആ സദസ്സിൽ ഞാനും പറയണം, നിങ്ങളും പറയണം. ഇതെന്റെ അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഉണ്ടോ? അത് മമ്മൂട്ടി പറഞ്ഞതുപോലെയാണ്. 10 മീറ്റർ ചാടാം എന്ന് കരുതി ഞാൻ ചാടി, അപ്പോൾ വീണ് കാലൊടിഞ്ഞു. ആളുകൾ പറയും അവൻ്റെ അഹങ്കാരം കണ്ടോ. 10 മീറ്റർ ചാടാം എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ചാടി. എൻ്റെ അഹങ്കാരമല്ല, അതെൻ്റെ ആത്മവിശ്വാസമാണ്, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പൊ എല്ലാത്തിനും അഹങ്കാരം ഒന്ന് വിളിക്കരുത്. എന്തൊരു അഹങ്കാരം? അഹങ്കാരമല്ലാതെ അതൊരു ആത്മീയ സദസ്സിന്റെ ശിക്ഷണമാണ്. അള്ളാഹു പറയാൻ തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ 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 അങ്ങോട്ട് വരെ. അത് പറഞ്ഞുകൊണ്ട് ഞാനൊട്ട് വലുതാവൂല, നിങ്ങളൊട്ട് ചെറുതാവൂല, നിങ്ങളൊട്ട് വലുതാവൂല, ഞാൻ ഒട്ട് ചെറുതാവൂല. ഇത് അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടി പറയണം. ഇതൊക്കെ പറഞ്ഞാലേ വാത് നന്നാവും. ഉസ്താദ് ഉഴപ്പി എന്ന് പറഞ്ഞാൽ ആ ഉഴപ്പിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നീ മൈക്ക് നന്നാവില്ല, ഇപ്പൊ മൈക്ക് നല്ലതാണ്, അപ്പൊ മനുഷ്യര് നന്നാവില്ല. ഇനി മൈക്ക് നന്നായ മനുഷ്യരെന്നാവില്ല, മനുഷ്യരെന്നായ മൈക്ക് നന്നാവില്ല. ഇതെല്ലാം ഒന്നിച്ചു വരണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കൂടെ ഇതൊരു മാതിരി ഒരു പ്രസംഗവും പ്രസവവും ഒരുപോലെയാണ്. പ്രസംഗം മൈക്ക് ശരിയാവണം, ഓഡിയൻസ് ശരിയാവണം, പറയണമെൻ്റെ മനസ്സ് ശരിയാവണം. ഞാനിതൊക്കെ എൻ്റെ മനസ്സൊന്നും ഇവിടെയല്ല, എന്നിട്ട് ഞാനിതൊക്കെ മാറ്റി പിടിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇത് പ്രസവവും പ്രസംഗവും ഒരുപോലെയാണ്. പ്രസവം അങ്ങനെയാണ്, തോന്നണ സമയത്ത് വരില്ല. 9 മാസം പൂർത്തിയാവണം, വേദന ഉണ്ടാവണം, ഇല്ല കിടക്കണത് കീപ്പോട്ട് വരണം, ഡോക്ടർ ഉണ്ടാവണം. ഒന്നുകിൽ കീറിയോ അല്ലെങ്കിൽ പേറിയോ ഇത് വെളിയിലോട്ട് എടുക്കണം. ഇത് രണ്ടാലൊന്നും ഇല്ലാതെ നടക്കില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഈ പറഞ്ഞത് കണ്ണ് എന്ന് പറയുന്ന ഒരു അവയവത്തിൽ എന്തിനാ ഉസ്താദെ ആദ്യം തന്നെ കണ്ണ് പറഞ്ഞത്? ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച സമാനതകളില്ലാത്ത പടച്ചറപ്പിന്റെ സെറ്റപ്പുകളിൽ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് കണ്ണ്. ഏറ്റവും ചെറുതീൻ തുടങ്ങുക. അപ്പൊ ഈ കണ്ണ് അള്ളാഹു എന്തിനാ നമുക്ക് തന്നത്? ഇനി അടുത്ത പാർട്ട്. അള്ളാഹു ഇപ്പൊ 2 പാർട്ട് ഞാൻ പറഞ്ഞു, 3ാമത്തെ പാർട്ട്. കണ്ണല്ലാഹു നമുക്ക് തന്നത് എന്തിനാ? സിനിമ പോസ്റ്റർ കാണാന്, വാട്സപ്പ് നോക്കാന്, ഫേസ്ബുക്ക് വായിക്കാന്, അയലോക്കത്തെ വീട്ടിൽ ആര് കയറണമെന്ന് നോക്കാന്, അയലോക്കത്തെ വീട്ടിൽ അർദ്ധരാത്രിക്ക് ശേഷം ആര് കയറണമെന്ന് നോക്കാനാണ് നമുക്ക് അള്ളാഹു കണ്ണ് തന്നത്. അത് അന്യന്റെ കുറ്റം നോക്കാന്, പള്ളിക്കലെ മുയിലിയാരൊപ്പം വന്നു നോക്കാന്, മുക്രിയുടെ മുണ്ടവിടെ കിടക്കണമെന്ന് നോക്കാന് അള്ളാഹു നമുക്ക് കണ്ണ് തന്നത് ഇതിനൊന്നുമല്ല. അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കണ്ണ് തന്നത് നോക്കാനാണ്. എവിടെ നോക്കാൻ? അയലോക്കംകാരൻ്റെ ഭാര്യ നോക്കാനാ? ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഇല്ലേ? മനസ്സിലാവണുണ്ടോ ഇല്ലയോ? എന്താ തലമല്ലോ ഒന്ന് ചലിപ്പിക്കുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ട് ഉറങ്ങുവാണല്ലോ നോക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിനകത്ത് സെൽഫി വരും, ഫേസ്ബുക്ക് വരും, വാട്സപ്പ് വരും, അക്ഷര വരും, നരെല്ലാം വരും. എന്ത് നോക്കണം, എന്ത് നോക്കാൻ പാടില്ല. ചില സമയത്ത് കണ്ണടച്ച് പിടിക്കണം, ചിലപ്പോൾ തുറന്നു പിടിക്കണം. ഇങ്ങനെ കുറേ വൈവിധ്യമായ വിഷയങ്ങൾ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈ വിഷയത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്, അത് പറയല അതിന് നല്ലത്. ഇന്നലെ എന്താ കുടുംബജീവിതം പറഞ്ഞു അല്ലേ? അതൊക്കെ ഞാൻ വിട്ട്. മിനിങ്ങാന്നെന്തായിരുന്നു? മിനിങ്ങാന്നെന്താ പറഞ്ഞേ? മിനിങ്ങാന്ന് പാതിൽ അത് പറയണ്ട, മിണ്ടണ്ട. പറഞ്ഞെല്ലാം പറയണ്ട, വിഷയം മാത്രം പറഞ്ഞാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, നിന്റെ കണ്ണെന്തിനാ? ആ കണ്ണുകൊണ്ട് നീ കാണണം ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യത്തെ. ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം ഏതാ? അല്ലാഹു പറയാ നിനക്ക് കണ്ണ് തന്നത് എന്തിനാ? കണ്ണൊരു വലിയ ലെൻസാണ്. കണ്ണിന്റെ ലെൻസ് എന്താ? ഇതീ നിൽക്കണ ആൾക്ക് കണ്ണടയുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ കണ്ണട മാറ്റിയിട്ട് നോക്കാൻ? കണ്ണട വേണ്ടായിരുന്നു.
കണ്ണട വേണ്ടി വന്നാലും കണ്ണിന്റെ തനതായ കാഴ്ച. കണ്ണട വെച്ചവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. ചില ആളുകൾ പടച്ചോനെ എങ്ങനെയും ഈ കണ്ണിൻ്റെ ഒരു അല്പം മങ്ങിയിട്ട് 2 കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ 4 പെമ്പിള്ളേരെ കൂടെ ചെത്തി അടക്കുക. ചില ആളുകൾക്ക് വലിയ ആഗ്രഹമാണ് കണ്ണുമേലൊരു കൂളിംഗ് ഗ്ലാസ് വെക്കണം. വെച്ചോളി, നല്ലതാണ്, അത്രയും ഭാഗത്ത് വൃത്തികേട് മാറും. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അത്രയും ഭാഗത്ത് വൃത്തികേട് മാറും, കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഞാൻ ആ മനുഷ്യനോട് ഇത് മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇല്ലേ? ഇല്ലടാ നജീബേ, ഈ കണ്ണട ഒന്ന് മാറ്റിയിട്ട് കാണാൻ. എന്തുകൊണ്ട്? ഈ ലെൻസ് ഒന്ന് ഫോക്കസ് ചെയ്യണം. എത്ര ടൈം വേണം ക്യാമറാമാൻ ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച്. നമ്മളൊരു വസ്തുവിനെ കാണുക. ഞാൻ നിങ്ങളെ കണ്ടു, ഒരു സെക്കൻഡിന്റെ അർദ്ധഭാഗം കൊണ്ട് കണ്ടു കഴിഞ്ഞു. ആ സമയത്ത് വസ്തുവിന്റെ അകലമനുസരിച്ച് തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരും. കണ്ണിലെ ലെൻസിന്റെ ഭാഗത്തുള്ള പേശി ചുരുങ്ങിയിട്ട് ലെൻസ് വക്രീകരിക്കും, കർവാകും, വക്രീകരിക്കും. ആ വക്രീകരിക്കുമ്പോൾ ദൂരത്തിനനുസരിച്ച് എത്ര ചുരുങ്ങണം, എത്ര വികസിക്കണമെന്ന് തലച്ചോറ പറഞ്ഞു കൊടുക്കുക. ഒരു സെക്കൻഡിന്റെ അർദ്ധഭാഗത്തിൽ കണ്ട് കണ്ണിന്റെ മുമ്പുള്ള വസ്തുവിനെ നമ്മൾ കണ്ടിരിക്കും. ഇതിനേക്കാൾ വലിയ ക്യാമറ ഏതാ? 576 മെഗാ പിക്സലാണ് ഒരു ക്യാമറയാണെങ്കിൽ കണ്ണിന്റെ ക്യാമറ. 576. ഈ 28 ഗ്രാം തൂക്കമുള്ള കണ്ണിന്റെ ഉള്ളിൽ 2 ലക്ഷത്തോളം അവയവങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ഉള്ളിൽ. ഇതിന്റെ പാർട്ടുകൾ, ഞരമ്പുകൾ, കോശങ്ങൾ, പേശികൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും മനുഷ്യരെ. ഇനി ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നീ കാണേണ്ടതേ കാണാവൂ. ഏതാ കാണേണ്ടത്? കണ്ണുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള കാഴ്ച കാണാൻ. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച ഏതാ? ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച ഏതാ? ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച ഐശ്വര്യ റായിയുടെ മുഖം നോക്കല. അതും കുറെ നാൾ നോക്കുമ്പോൾ ഇതിലും മൊഞ്ച് വേറൊന്നിനുണ്ടെന്ന് തോന്നും. മർലിൻ മൺട്രോ അടക്കമുള്ള ധാരാളം സൗന്ദര്യവതികൾ വന്നിട്ടുണ്ട്. പക്ഷെ പെണ്ണിന്റെ സൗന്ദര്യത്തിന് ഒരു പരിമിതിയുണ്ട്. ഏറ്റവും നല്ല സൗന്ദര്യം അല്ല ഈ കണ്ണ് തന്നെൻ്റെ പൊന്നു ചെറുപ്പക്കാരെ. 4 മണിക്ക് റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോയിരുന്നിട്ട് പെണ്ണിന്റെ സൗന്ദര്യം കാണാനല്ല. പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആണിന്റെ സൗന്ദര്യം നോക്കാനും അല്ല പെങ്ങളെ. അതിനൊരു പരിമിതിയുണ്ട്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചുക്കും ചുളിവും പാടും വാടും ഒക്കെ വീഴും. ഇതൊക്കെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പിന്നെ ഒരു 40 ഒരു 35 വയസ്സ് കഴിയുമ്പോൾ പെണ്ണിന്റെ ഗ്ലാമർ, 30 വയസ്സോടുകൂടി പെണ്ണിന്റെ ഗ്ലാമർ ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ അവിടെ ഇവിടെയായിട്ട് ചുക്ക് വരും, ചുളിവ് വരും, പൊട്ട് വരും, കുഴി വരും. 30 കഴിഞ്ഞിട്ട് പിന്നെയും ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം നിലനിൽക്കുന്നുവെങ്കിൽ അത് അംബികാപിള്ളയുടെ കറാമത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ അംബികാപിള്ളയുടെ ഹെർബൽ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ. എവിടെയാ അത്? അങ്ങോട്ട് പോണ വഴിക്കല്ലേ? എവിടെ? ഇവിടെ അടുത്തല്ലേ? ജബ്ബാറിന് കൃത്യമായിട്ട് അറിയാം. പോകാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച അള്ളാഹു പറയാ, ഞാനിപ്പോ പറയാ, നമ്മളിവിടെ കാണാൻ പോകുന്ന കാഴ്ച ഏതാ? മറൈൻ ഡ്രൈവിൽ പോയിട്ട് സൂര്യാസ്തമയം കാണാറുണ്ട്. ആ കാഴ്ച ഓരോ ദിവസവും മറൈൻ ഡ്രൈവിൽ പോയാൽ വ്യത്യസ്തമായ കാഴ്ചയാണ്. പക്ഷെ ലുലു മാളിൽ പോയാൽ, എന്ന് പോയാലും ലുലു മാള് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓരോ ദിവസവും മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? ഏത് പോയാലും ലുലു മാൾ അങ്ങനെ ഇരിക്കുക, അങ്ങനെ തന്നെ ഉണ്ടാവൂ. അവിടുത്തെ ഷോപ്പുകൾ അങ്ങനെ തന്നെ ഉണ്ടാവൂ. ലൈറ്റുകളൊക്കെ കളർ മാറുമെന്നല്ലാതെ ലോകത്ത് നാം കാണുന്ന കാഴ്ചകളേതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, ഞാൻ പറയാൻ പോകുന്ന വലിയൊരു ഇബാദത്താണ്. ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്നതാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിത്വത്തോളം സൗന്ദര്യാത്മകമാണ്. അള്ളാഹു പറയാ, ഞാൻ നിനക്ക് നന്ദിയ കണ്ണുകൊണ്ട് നീ കാണേണ്ട കാഴ്ച ഏതാ? ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടെന്ന് നീ നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞുതരാ. അള്ളാഹുവിനെ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുക. ഓരോ ദിവസവും അടുത്ത വെള്ളിയാഴ്ച മസ്ജിദ് ഹിദായിൽ നമ്മൾ ജുമാ നമസ്കരിക്കാൻ പോയാൽ അവിടെ ബഹുമാനനായ അബ്ദുറഹ്മാൻ ഖാസിമി ജുമയുടെ ഖുത്ബ നിർവഹിച്ചിട്ട് ജുമാ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാ. ഓരോ ജുമഅത്ത് പള്ളിയിലും ജുമാ നമസ്കാരത്തിന് കൈകെട്ടിയിട്ട് പടച്ചറപ്പിന് മുമ്പിൽ നിസ്കരിക്കാൻ പോകുമ്പോ നിസ്കാരത്തിന് കൈകെട്ടിയാൽ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കാ. പക്ഷേ ജുമയുടെ 2ാമത്തെ റക്അത്തിൽ ഇമാം ഓതുകയാ, അഫലാ
ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت. ഒട്ടകത്തെ നിങ്ങൾ നോക്കാത്തതെന്താ? ആകാശത്തേക്ക് നിങ്ങൾ കണ്ണു തുറന്നു നോക്കാത്തതെന്താ? നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥാനത്തെ നോക്കാവൂ, ആകാശത്തേക്ക് നോക്കാൻ പാടില്ല. എന്നിട്ടും ഇമാം ഓതുകയാ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കാത്തതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നോക്കാൻ പറഞ്ഞ പടച്ചിറപ്പിന്റെ നീലാകാശത്തിലേക്കാ. ലോകത്തേത് കാഴ്ച കണ്ടാലും കുറെ കാണുമ്പോൾ നമുക്കത് വിരസതയുണ്ടാക്കി. നൈനിറ്റാളാകട്ടെ, ലോസ് ആഞ്ചലസ് ആകട്ടെ, മിസിസിപ്പി ആകട്ടെ, മിസോറാം ആകട്ടെ, കുളു മണാലി ആകട്ടെ, ഈ ഡിസംബറിന്റെ തണുപ്പത്ത് മഞ്ഞിൽ കുളിച്ച പുതിയ പെണ്ണിനെ പോലെ രോമത്തൊപ്പി അണിഞ്ഞ് കിടക്കുന്ന നമ്മുടെ കാശ്മീരും മൂന്നാറുമാകട്ടെ, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടാൽ പിന്നെ ഞാൻ പറയും 10 പ്രാവശ്യം ഞാൻ അവിടെ പോയതാ, ഇനി വരുന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടാലും മടുപ്പ് വരാത്ത കാഴ്ചയെന്ന് ഖുർആൻ പറഞ്ഞ ഒരേ ഒരു കാഴ്ചയേ ഉള്ളൂ. അതേത് കാഴ്ചയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ നേരെ വൈകുന്നേരമാകങ്ങ കടപ്പുറത്തേക്ക് പോകണം. പശ്ചിമ ചക്രവാളത്തിലേക്ക് മുഖമൊളിപ്പിക്കാൻ കൊടുന്ന അരുണകിരണങ്ങളോട് താഴ്ന്നിറങ്ങുന്ന സൂര്യനെ നിങ്ങൾ കാണണം. സൂര്യാസ്തമയം നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ആ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് പാതിരാ സമയത്ത് നീ താമസിക്കുന്ന നിന്റെ വീടിന്റെ മുറ്റത്തിറങ്ങി നിന്നിട്ട് ആകാശത്തിലേക്ക് നീ ഒന്ന് നോക്ക്. ആകാശം കാണാൻ എത്ര സൗന്ദര്യമാ! അല്ലാഹു പറയാ, ഒരു പ്രാവശ്യമല്ല. അഫലം യൻളുറൂ إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج أفلم ينظروا إلى السماء فوقهم. നിങ്ങളിൽ മുകളിലുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ? ആകാശത്തെ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവേ കൈഫ ബനൈനാഹാ, എങ്ങനെയാണ് അല്ലാഹു ഈ ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹു ഈ ആകാശത്തെ സൗന്ദര്യവൽക്കരിച്ചിരിക്കുന്നത്? പാതിരാ സമയത്ത് ആകാശത്തിന്റെ ഇള്ളയിൽ കരിമ്പോത്തിന്റെ കാളക്കണ്ണ് പോലെ തിളങ്ങുന്ന, തീവെട്ടികോളം പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ലേ? ഇന്നത്തെ ആകാശത്തിന്റെ കാഴ്ചയല്ല നാളെ കാണുക, നാളത്തെ കാഴ്ചയല്ല മറ്റന്നാള്, 14 രാവിലെ പൗർണമി ചന്ദ്രന്റെ കാഴ്ചയല്ല 15 നാളില് തേങ്ങാപ്പൂള് പോലെ തുടങ്ങി അർദ്ധവൃത്താകൃതിയിൽ വന്ന് പിന്നെ പൂർണ്ണചന്ദ്രനായി മാറി നിൽക്കുന്ന ആകാശത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലാഹു പറയാ, സുമ്മർജിൽ ബസറ കർറത്തൈൻ, പരപ്രാവശ്യം നീ മാറി നോക്ക്. നിന്റെ 5ാമത്തെ വയസ്സ് മുതൽ നീ മരിക്കുന്നതിന്റെ തലേന്ന് വരെ നോക്കിക്കിടന്നാലും ഓരോ ദിവസവും ആകാശത്തിലെ കാഴ്ചകൾ വ്യത്യസ്തമാ, ആകാശത്തിന്റെ വർണ്ണങ്ങൾ വ്യത്യസ്തമാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാര്, അള്ളാനെ അറിയുക എന്ന ആഗ്രഹത്തോടെ രാത്രിയിൽ വീട്ടിൽ നിന്നിട്ട് മേലോട്ട് നോക്കുമോ? അല്ലാഹു നിനക്ക് ഇബാദത്തിന്റെ പ്രതിഫലം തരും. ഞങ്ങളെ അല്ലാഹു നമുക്ക് കണ്ണുകളെ തന്നത് പടച്ചറപ്പിന്റെ ദിട്ടാന്തങ്ങളെ കാണാനാ. അഫലം യൻളുറൂ ഇലസ്സമാ, നിങ്ങൾ അല്ലാഹുവിന്റെ ആകാശത്തിലേക്ക് നോക്കാത്തതെന്താ? പർവ്വതങ്ങളെ നിങ്ങൾ നോക്കാത്തതെന്താ? ഒട്ടകങ്ങളെ നിങ്ങൾ പഠിക്കാത്തതെന്താ? നിങ്ങൾ ഈ മിന്നൽ പിടരുകളെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദിട്ടാന്തങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് ആകാശത്തിലേക്ക് നോക്കിക്കിടക്കാറുണ്ടായിരുന്നത്രേ. അതുകൊണ്ടാണ് മുത്തു റസൂൽ അത് ചെയ്തത്. കാരണം ലോകത്തോട് ഇതോടി പറഞ്ഞത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ചിട്ട് ആകാശത്തിലെ കാഴ്ചകൾ നോക്കി ആയിഷയോട് കഥ പറയുമായിരുന്നു. ലോകത്തിന്റെ മുത്തേ,
ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ പൊന്നുമോനെ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആകാശത്തേക്ക് നോക്കൽ ഇബാദത്താണ്. അള്ളാഹു കണ്ണ് തന്നത് അവന്റെ ദിട്ടാന്തങ്ങൾ നോക്കിയിട്ട് പടച്ചിറപ്പിനെ തിരിച്ചറിയാനാ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിന്റെ ദിട്ടാന്തങ്ങളെ കാണാൻ കൊച്ചുകുട്ടി ഒരു മരക്കനക്ഷരത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ചിലന്തിയെ പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് വന്നു. തടം തല്ലിയാത്തൊടുകുന്ന പുഴയുടെ കരയിൽ മരക്കമ്പിന്റെ അഗ്രഭാഗത്ത് വെച്ച 8 ചിലന്തിയുമായി ആ കുട്ടി മരക്കമ്പിന്റെ അഗ്രഭാഗം തടം തല്ലിയാത്തൊടുകുന്ന പുഴയിലേക്ക് ചേർത്ത് വെക്കുമ്പോ ചിലന്തി ആ മരക്കമ്പിൽ കിടന്ന് പെടഞ്ഞോടുകയാ. കുഞ്ഞി മരക്കഷണമെന്ന് വെള്ളത്തിലേക്ക് താത്തിയാൽ വെള്ളത്തിലൂടെ താൻ ഒടുങ്ങിപ്പോകും. ആ ചിലന്തി 4 പാടും രക്ഷപ്പെടാൻ നോക്കുമ്പോ കൗതുകമുള്ള കുട്ടി നോക്കുകയായി. ഈ ചിലന്തി എങ്ങനെയാണ് രക്ഷ മരക്കമ്പിന്റെ അഗ്രഭാഗം തടം തല്ലിയാത്തൊടുക്കി വരുന്ന നദിയുടെ ഓളപ്പരപ്പുകളിലേക്ക് ചേർത്ത് വെച്ച് പ്രാണരക്ഷാത്ത മേലോട്ടോടുന്ന ചിലന്തിയെ തന്റെ കൈകൊണ്ട് വീണ്ടും വെള്ളത്തിലേക്ക് തട്ടിയിട്ട് ആ കുട്ടി അത്ഭുതത്തോടെ നോക്കുമ്പോ, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, റബ്ബിനെ അറിയണേ, അവന്റെ കുതിരത്തറിയണേ, അവന്റെ വഹദാനിയത്തറിയണേ. രക്ഷപ്പെടാൻ വേണ്ടി ചിലന്തി 4 ഭാഗവും നോക്കി. താഴെയാണെങ്കിലോ തടം തല്ലിയാത്തൊടുകുന്ന പുഴ, മേലെയാണെങ്കിലോ കുട്ടിയുടെ കൈവിരലുകൾ. രക്ഷപ്പെടാനൊരു പഴുതും കാണാതെ 4 പാടും നോക്കിയ ചിലന്തി അതിന്റെ കണ്ണ് പോയി ഉടക്കിയത്. രക്ഷപ്പെടാനുള്ള തന്ത്രം കാണിക്കാൻ അതിന്റെ കണ്ണുടക്കിയത്. തൊട്ടടുത്ത് തന്നെ മറി വെള്ളത്തിലേക്ക് നദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ആലില മരത്തിലേക്കാൾ ആൽമരത്തിന്റെ ഒരു ഇല, ആ ഇല താഴ്ഭാഗത്തേക്ക് നദിയിലേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ചിലന്തി എന്ത് ചെയ്തെന്നറിയോ? പെട്ടെന്ന് ചിലന്തി വായ തുറന്നു. ആ ചിലന്തിയുടെ വായിൽ നിന്നൊരു ചെറിയ പശ പോലെയുള്ള നൂല് മറുഭാഗത്ത് താഴ്ന്നു കിടക്കുന്ന ആൽമരത്തിന്റെ ഇലയിലേക്ക് കൊടുത്തു. ചിലന്തിയടാ ആ നൂലിലൂടെ കയറി നേരെ ആലിൽ മരത്തിന്റെ ഇലയിലേക്ക് കയറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, തടം തല്ലിയാത്തൊടുകുന്ന പുഴയുടെയും ക്രൂരനായ കുട്ടിയുടെയും കൈവിരലുകൾക്കിടയിൽ നിന്ന് തന്റെ കണ്ണുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി ചിലന്തിക്ക് പഠിപ്പിച്ചു കൊടുത്ത ലോകത്തിന്റെ ശക്തിയാരാ? ആ ശക്തിയാണ് റഷ്യൻ ചെമ്പടയുടെ മുമ്പിൽ അഫ്ഗാനിലെ പാവപ്പെട്ടവർക്ക് തസ്ബീഹുമാല കൊണ്ട് ജയം കൊടുത്ത 948 മുതൽ ഫലസ്തീനികൾക്ക് കല്ലും കവണയിലൂടെ ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷണത്തിന് പ്രതിരോധം കൊടുക്കുമ്പോ അവരെ തളരാതെ കാത്തു സൂക്ഷിച്ച എന്റെ അല്ല നമ്മുടെ ആ റബ്ബിനെ തിരിച്ചറിയാനാണ് കണ്ണ്. ഞാൻ എത്ര പറഞ്ഞാലും ഈ വിഷയം അവസാനിക്കില്ല. അല്ലാഹുവേ, കണ്ണു തുറന്നു കാണാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ കണ്ണുകൊണ്ട് നമ്മൾ എത്ര ഹറാമുകൾ കണ്ടതാ. ഞാനെന്ന് പറയട്ടെ, ഈ കണ്ണ് ബ്ലൂ ഫിലിം കാണാനല്ല, ഈ കണ്ണ് സിനിമാ പോസ്റ്ററിന്റെ വൃത്തികേട് കാണാനല്ല, ഈ കണ്ണ് സിനിമാ പോസ്റ്ററിന്റെ വൃത്തികേട് കാണാനല്ല, ഈ കണ്ണ് അന്യന്റെ കുറ്റം കാണാനല്ല, ഈ കണ്ണ് മറ്റൊരുത്തിയുടെ പെണ്ണിന്റെ രഹസ്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാനല്ല, ഈ കണ്ണ് പടച്ചറബിനെ കാണാനാ. ഇതല്ലാണ്ട് ദിട്ടം അന്തത്തെ അറിയാനാണ്. അതുകൊണ്ടാണ് ശുജായമ്മോട് പറഞ്ഞത്, അകക്കൻ തുറന്നൊന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോ താലുറങ്ങാമോ കേടാ, അകക്കുൾ തുറക്കുൾ അടക്കല്ലേ മാടാ, മൂടിട്ട ചെപ്പിൽ മുത്തുണ്ട് കേടാ. അതുകൊണ്ടാണ് മഹാനായ ശുജായി പറഞ്ഞത്, അകക്കൻ തുറന്നൊന്നു നോക്കിക്കെ മൂടാ, ഉത്സാരമോർത്താലുറങ്ങാമോ കേടാ. നിന്നെ അകക്കണ്ണ് തുറന്നിട്ടൊന്ന് നോക്കുമോനെ, ഇതൊക്കെ ചിന്തിച്ചാൽ കിടന്ന നിനക്ക് ഉറക്കം വരുവോ? അള്ളാഹു നമുക്ക് കാണേണ്ടത് കാണാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് കാണേണ്ടത് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ 3 പാട്ട് ഞാൻ പറഞ്ഞു, ഇനി 4ാമത്തെ പാട്ട്. ഇനി കാണാൻ പാടില്ലാത്തതുണ്ട്. എന്തുണ്ട്? ഇനി കാണാൻ നമ്മൾ ഉറങ്ങാണോ? ഞാൻ വിഷയം ഇത്ര ഗൗരവമായതുകൊണ്ടാണ് ഒരു തമാശ പോലും പറയാൻ സമയം 1:11 മണിയാണ് നമ്മൾ തുടങ്ങിയപ്പോൾ. 2 വിഷയം വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ഞാനൊരു തമാശ പോലും പറയാത്ത അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങണത്. ഉറങ്ങുവാണ്. ഇപ്പൊ ഏതൊക്കെ വിഷയം ഞാൻ പറഞ്ഞു?
ഒന്ന്, കണ്ണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. 2, കണ്ണിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു അവയവം വേറെയില്ല. 3, കണ്ണുകൊണ്ട് കാണേണ്ടത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയാണ്. 4, കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, നീ അങ്ങോട്ട് നോക്കാനേ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേതാ? അതൊരു വലിയ സംഭവമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കൊരു 3 സലാത്തിലെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മക്കാ ഖുറൈശികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ചർച്ച മറ്റൊന്നുമല്ല, മക്കാ പ്രമാണികളായ അബൂജഹലും ഉത്തുബത്തും അടക്കമുള്ള പ്രാണിമാർ, ഗോത്ര പ്രമാണിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഇസ്ലാമിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ വരാനുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം, നിന്റെ കൂടെയുള്ള അനുയായികൾ മുഴുവനും ഈ നാട്ടിലെ പാവപ്പെട്ടവരും ദളിതന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് അവരുടെ അടുക്കൽ വന്ന് ഈ ഗോത്രപ്രമുഖരായ സവർണന്മാരായ ഞങ്ങൾക്ക് വന്ന് ഇരിക്കാൻ ഒരല്പം തടസ്സമുണ്ട്. അതുകൊണ്ട് നിന്റെ അടുക്കലുള്ള അവർണന്മാരായ, അഗതികളായ, അനാഥകളായ, അടിമകളായ, ദളിതരായ ബിലാല്, സുഹൈബ്, അമ്മാർ, അബ്ദുല്ലാഹിബിന്, ഉമ്മു മക്തൂമിനെ പോലെയുള്ള അവർണന്മാരെ മാറ്റിയാൽ സവർണരായ ഞങ്ങൾ വന്ന് നിന്റെ ഇസ്ലാമിലിരിക്കും. ഞങ്ങൾക്ക് അവർക്കുമായി വേദി പങ്കിടാൻ പറ്റൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഖുർആനിലെ ഒരു വലിയ സംഭവം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ആ സമയത്താണ് ഇവര് മാറ്റി നിർത്തണമെന്ന് പരാമർശിച്ച മഹാനായ അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരുന്നത്. അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അന്ധനാണ്. ആരാണ്? കണ്ണ് കാണൂല. നമ്മളൊക്കെ കാണണവരാ. കാണാത്തവന്റെ കഥ കേട്ട് നോക്ക്. അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം അന്ധന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന മക്കാ പ്രമാണിമാര് അവരവിടെ നിന്ന് ചർച്ച നടത്തുന്നുണ്ട്. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന ബിലാലിനെയും അമ്മാറിനെയും സുഹൈബിനെയും പോലെയുള്ള അവർണരായ ആളുകളെ മാറ്റണമെന്ന് പറയുമ്പോൾ ആരെയാണോ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത് അതേ ആളുകളുടെ പ്രതിനിധിയായി അന്ധനായ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന് മുമ്പിലെത്തി. കണ്ണ് കാണില്ലല്ലോ, ആരാണ് പ്രവാചകന്റെ സമക്ഷത്തിലിരിക്കുന്നതെന്ന് ഉമ്മു മക്തൂമിന് അറിയില്ല. വന്നിട്ട് പറഞ്ഞു, നബിയേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കണ്ണു തുറന്നു നോക്കവേ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. ആരെയാണോ മാറ്റി നിർത്തണമെന്ന് ഈ പ്രമാണികൾ പറയുന്നത് അതേ ആള് തന്നെ തന്റെ വീടിന് മുമ്പിൽ വന്ന് സലാം പറഞ്ഞപ്പോ പെട്ടെന്ന് ഹബീബായ നബി തങ്ങൾക്ക് തോന്നി ഇവരെങ്ങാന് ചർച്ച അവസാനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയാലോ. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് ചുളിഞ്ഞു പോയി. ഈ സമയത്ത് ഉമ്മു മക്തൂം വരേണ്ടിയിരുന്നില്ല. എന്തിനാണ് ഈ സമയത്ത് വന്നത്? ഈ സമയത്ത് വരേണ്ടിയിരുന്നില്ലല്ലോ എന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് തുളിഞ്ഞുപോയി. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇപ്പോഴും തെളിഞ്ഞു കിടക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം മിസ്സസ് ആനി ബസന്റ് പോലും പറഞ്ഞത് ഈ ഖുർആൻ ദൈവികമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ സൂറത്താണ്. ഇങ്ങനെ പ്രവാചകനെ ശാസിച്ച വാക്ക് അതേപടി കിടക്കുകയാണ്. ആ സംഭവമാണ് ഞാൻ ഈ പറയാൻ പോവുക. ഹബീബായ നബി തങ്ങളുടെ മുഖം ചുളിഞ്ഞുപോയി. അരോചകത്വത്താൽ ഇപ്പം വരേണ്ടിയായിരുന്നില്ലായിരുന്നു തോന്നല്. ഹബീബായ നബി ഇങ്ങനെ മുഖം ചുളിച്ചു. ഇപ്പൊ വന്നതെന്തിനാ?
അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുകയാ. സ്വാഭാവികമായി ഹബീബായ നബിയോട് സലാം പറഞ്ഞാൽ ഉടനെ തന്നെ സലാം മടക്കി എഴുന്നേറ്റ് വന്ന് അന്ധനായ തന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂൽ ചാരത്തിരുത്താറുണ്ട്. ഇന്നെന്തേ ഹബീബിന് സലാം അടക്കാൻ സമയമെടുക്കുന്നു? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം നൊന്തുപോയി. ഹബീബിന് എന്നോട് പിണക്കമാണോ? അല്ലാഹുവിന്റെ റസൂലിന് എന്നോട് വിദ്വേഷമാണോ? സഹാബത്തിന്റെ മനസ്സ് നൊന്തുപോയി. ലോകത്തൊരാൾ സ്നേഹിക്കാത്തതുപോലെ തങ്ങളുടെ നേതാവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച, ആത്മാവ് ശരീരവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത, പ്രവാചക അനുരാഗത്തിന്റെ തീശ്രമായ പാഠങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു സങ്കടമായി. അല്ലാഹുവിന്റെ റസൂലിന് തന്നോട് പിണക്കമാണോ? ഹബീബായ നബി തങ്ങളെ സലാം അടക്കാൻ വൈകുന്നതല്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അന്ധനായ സഹാബി കണ്ണ് പറയുന്ന സമയത്ത് തന്നെ കണ്ണ് കാണാത്തവന്റെ കഥ. അല്ലാഹുവേ നിങ്ങൾക്ക് ഗുണപാഠം നൽകണേ അല്ലാഹ്. അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് വേദനയായി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എന്നെ നെട്ടൂര ചെറുപ്പക്കാരാ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്ന രണ്ട് കണ്ണ് കാണാത്ത ആ സഹാബിയുടെ കണ്ണ് നിറഞ്ഞപ്പോ അല്ലാഹ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഖുറൈശി പ്രമുഖരുടെ മധ്യത്തിലിരിക്കുന്ന പ്രവാചകന്റെ നെറ്റിത്തടത്തിൽ വിയർക്കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അതാ ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി, ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി റസൂലിന് അല്ലാഹുവിന്റെ റസൂലിന് ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയാ. ഓ നബിയേ, ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിച്ചു. നബിയേ, അബസ വതവല്ലാ അനജാഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكറു ഫതൻഫഅഹു الذിക്റാ. അങ്ങയുടെ മുഖം അരോചകത്വം കൊണ്ട് തുളിഞ്ഞു പോയ നബിയേ, ഒരന്ധനായ പാവപ്പെട്ടവന്റെ അടിമ അങ്ങയുടെ സമക്ഷത്തിൽ വന്നപ്പോ അങ്ങയുടെ കണ്ണു ചുളിഞ്ഞു പോയ നബിയേ. വേണ്ട നബിയേ, വേണ്ട. കല്ലാ ഇന്നഹു തദ്കിറ. ഇതൊരു വാണിംഗ് ആണ് നബിയേ, ഇതൊരു മുന്നറിയിപ്പാണ് നബിയേ. ആ സവർണ്ണ തമ്പുരാക്കന്മാർക്ക് വേണ്ടി പാവപ്പെട്ടവനായ എന്നെ സ്നേഹിക്കുന്ന, എന്റെ കൽബറിഞ്ഞ് സ്നേഹിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് മുഖം ചുളിക്കണ്ട യാ റസൂലല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സൂറത്ത് അബസ അവതരിപ്പിക്കപ്പെട്ടത്. മിസ്സിസ് ആനി ബസന്റ് പോലും പറഞ്ഞു, പ്രവാചകൻ ശാസിച്ച ഭാഗവും ഖുർആനിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടില്ല. ഇത് ഖുർആൻ പ്രവാചകൻ ഉണ്ടാക്കിയതാണെങ്കിൽ ലോകാവസാനം വരെ അദ്ദേഹത്തെ ശാസിച്ച ഭാഗം ഖുർആനിൽ ഉണ്ടാകുമായിരുന്നില്ല, വെട്ടിമാറ്റിപ്പോയേനെ എന്നാണ് ഈ ബസന്റ് പോലും രേഖപ്പെടുത്തിയ സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്തിറങ്ങുക. പാവപ്പെട്ടവനെ മാറ്റി നിർത്താനും സമ്പന്നനെ അടുത്തോട്ട് ചേർക്കണമെന്ന് മക്കാ ഖുറൈശികൾ പറഞ്ഞപ്പോ സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്തുണ്ട്. അത് ഞാൻ എന്റെ വിഷയത്തിന്റെ മൂന്നാമത്തെ ഭാഗമായി പറയട്ടെ. ഇത് പറയുന്നത് പ്രത്യേകിച്ച് എന്റെ ബിസിനസ്സുകാരോട്, സഹോദരിമാരോടുമാ. നബിയെ നോക്കരുത് നബിയെ, കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ലാത്തതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാദം മിൻഹും സഹറത്തുൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹു ഫീ. നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരായത്താണിത്. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, നബിയെ ലോകത്തോട് പറഞ്ഞു കൊടുക്ക്,
നിങ്ങളുടെ രണ്ട് കണ്ണുകൾ തുറന്ന് നിങ്ങൾ നോക്കാൻ പാടില്ല. അല്ലാഹു ദുനിയാവിൽ ഒരാൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ധാരാളം അനുഗ്രഹം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സമ്പന്നനിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കരുത്. സമ്പന്നന്മാരെ നോക്കിയിട്ട് മറ്റൊരാൾക്ക് അല്ലാഹു കൊടുത്ത സൗകര്യങ്ങളും അവന്റെ വീടും വാഹനവും കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങതേ പോലെ ആകണമെന്ന് തോന്നണ്ട. നിങ്ങൾ പാവങ്ങളെ അടച്ചു നിർത്തണ്ട, പാവങ്ങളോട് പുച്ഛം വേണ്ട. അല്ലാഹു ധാരാളം ആളുകൾക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് നീ ഹൃദയത്തിന് വിഷമമുണ്ടാവണ്ട. നിന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത്. എപ്പോഴും അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹത്തിലേക്ക് നോക്കാവൂ. അല്ലാഹു അവനത് കൊടുത്തല്ലോ. എന്റെ അയൽപക്കക്കാരൻ അല്ലാഹു ധാരാളം കൊടുത്തല്ലോ. പെങ്ങളെ, നിന്റെ ഭർത്താവ് പട്ടിണി പാവമാണ്. അടുത്ത വീട്ടിലെ ആളുകളുടെ വീട്ടിൽ പോർച്ചിൽ കിടക്കുന്ന വാഹനം കണ്ട്, അവന്റെ വീട് കണ്ട്, വലാ തമുദ്ദന്ന ഐനൈക, അതിലേക്ക് നോക്കരുതേ പെണ്ണേ. അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടണേ. വഖിന ബിതർക് മുസ്തഹാവൽ ഫാഖിരി മിമ്മതഅമി വമലാബിസിൻ വമനാസില. അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അയൽപക്കത്തുള്ളവന്റെ ആഡംബരത്തിലേക്ക് നോക്കാൻ പാടില്ല. അപ്പൊ കണ്ണുകൊണ്ട് എന്ത് നോക്കരുത്? ഇപ്പൊ വരണ റൂട്ട് മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ വെറുതെ കണ്ണ് 28 ഗ്രാം തൂക്കൊണ്ടെന്ന് പറയാനല്ല ഈ വിഷയം എടുത്തത്. കണ്ണുമായി ഖുർആനി വന്ന മുഴുവൻ ആയത്തുകളും വലാ തമുദ്ദന്ന ഐനൈക, അയൽപക്കത്തുള്ളവന് അല്ലാഹു അവളുടെ ഭർത്താവിന് നല്ല കാറുണ്ട്, അവളുടെ കഴുത്തിൽ നല്ല മാലയുണ്ട്. എൻ്റെ ഭർത്താവ് പാവപ്പെട്ടവൻ, നോക്കാൻ പാടില്ല. നിന്റെ മുറ്റത്ത് നിന്നിട്ട് അയൽപക്കത്ത് കാണുന്നവന്റെ അനുഗ്രഹങ്ങൾ നോക്കിയിട്ട് നിന്റെ മനസ്സിൽ അസൂയ ഉണ്ടാവാൻ പാടില്ല, നിന്റെ മനസ്സിൽ നിരാശ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമുക്ക് ആ ബോധം തരട്ടെ. നോക്ക് മനുഷ്യന്മാരെ, അപ്പുറത്തെ കടയിലെ കച്ചവടം കണ്ടിട്ട് എൻ്റെ കടയിൽ പടച്ചോൻ ഇതൊന്നും ഇല്ലല്ലോ എന്ന് നിനക്ക് ആഗ്രഹവും തോന്നരുത്, അസൂയയും തോന്നരുത്, നിരാശയും തോന്നരുത്. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം അൽ ഖനാഅത്തു മിഫ്താഹുർ റാഹ, മനസ്സിൻ്റെ ഏറ്റവും വലിയ സമാധാനം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഉള്ളത് കൊണ്ട് ഞാൻ മുനിസിപ്പാലിറ്റി തൊഴിലാളിയാണ്, ഞാൻ കൂലിപ്പണിക്കാരനാണ്, എൻ്റെ റബ്ബെനിക്ക് തന്നത് അതാണ്, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. എനിക്ക് അംബാനി ആവാൻ പറ്റൂല, എല്ലാവരും അംബാനി ആവാൻ പറ്റൂ? പറമനുഷ്യന്മാർ എല്ലാവരെയും അള്ളാഹു, ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു അംബാനിയാക്കാൽ പിന്നെ മത്തിക്കച്ചവടം ചെയ്യാൻ ആളുണ്ടാവും, മീൻ പിടിക്കാൻ ആളുണ്ടാവും, ലോകം മുഴുവൻ പട്ടിണിയാവൂലേ? എല്ലാവരെയും അംബാനിയാക്കി, അല്ലെ എല്ലാവരെയും അസീം പ്രേംജിയാക്കി. അപ്പം അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ലോകം മുമ്പോട്ട് പോവുമോ? അള്ളാഹു പറഞ്ഞ ഈ ഭൂമിയെ ഞാനൊരു തുലാസാക്കി എന്നാണ്. എന്ന് പറഞ്ഞാൽ പണക്കാരൻ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവും വേണം, എന്നാൽ പണക്കാരൻ്റെ കാര്യം നടക്കൂ. കീരി ഉണ്ടെങ്കിൽ പാമ്പ് വേണം. മീസാനാണ്, ത്രാസാണ്, സന്തുലിതാവസ്ഥയിലാണ് ഭൂമിയുടെ സെറ്റിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കീരി പാമ്പ് ഒരിടത്തുണ്ടെങ്കിൽ മറുഭാഗത്ത് അള്ളാഹു കീരിയെ സൃഷ്ടിച്ചിരിക്കും. അപ്പൊ സമ്പന്നനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാകും. എല്ലാവരും അംബാനിമാരായാൽ ഇറച്ചി കച്ചവടത്തിന് ആളില്ല, മത്തിക്കച്ചവടത്തിന് ആളില്ല, സോഡ അടിക്കാൻ ആളില്ല, ഫാർമസി ഇല്ല, ഒന്നുമില്ല, എല്ലാവരും അംബാനിമാരാ. അത് പറ്റൂല. പാവപ്പെട്ടവനും പണക്കാരനും ഉണ്ടെങ്കിലേ ഭൂമിയുടെ സന്തുലിതാവസ്ഥ, പടച്ച തമ്പുരാന്റെ സെറ്റിപ്പ് പൂർണ്ണമാകൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്കാണ് ഈ ബേജാറ് മുഴുവൻ. അല്ലോ പടച്ചോനെ ഭർത്താവിന് ഉറങ്ങാൻ സമ്മതിക്കില്ല, നിങ്ങൾ എന്ത് മനുഷ്യനാണ്? അയാളുടെ സാമർത്ഥ്യം കണ്ട് അയാൾ ഏത് സ്ഥലം മേടിച്ചാലും 10 ഇരട്ടിക്ക് വിൽക്കും, നിങ്ങൾ ഏത് മേടിച്ചാലും പകുതി കാശേ കിട്ടുള്ളൂ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിൽ നമുക്ക് നല്ല സാമർത്ഥ്യം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. കച്ചവടത്തിൽ സാമർത്ഥ്യം ഉണ്ടാകാൻ ഞാനൊരു വഴി പറഞ്ഞുതരാൻ, ചെയ്യുമോ? അതിന് സലാത്തെല്ലാം പറഞ്ഞാൽ ചെല്ലൂല. കച്ചവടത്തിൽ ലാഭം കിട്ടാ, കച്ചവടത്തിൽ സാമർത്ഥ്യം കിട്ടാൻ ഒരു വഴി പറഞ്ഞിടോ, അത് നമുക്ക് ഭയങ്കരൻ. എന്നാ കേട്ടോളി, കച്ചവടത്തിൽ സാമർത്ഥ്യം ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണ്ടേ? എന്നാൽ സാമർത്ഥ്യ ലബ്ധിക്കെന്തു മാർഗം സാഹിബി വശംസി ഓദീകോ കുബൈലൽ മഗ്രിബി. സാമർത്ഥ്യ ലബ്ധിക്കെന്തു മാർഗം സാഹിബി വശംസി ഓദീകോ കുബൈലൽ മഗ്രിബി. നിന്റെ കച്ചവടത്തിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സാമർത്ഥ്യം ഉണ്ടാവണോ?
മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലഹാ എന്ന സൂറത്ത് ശംസോദനം ഓതിയാൽ സാമർത്ഥ്യം കിട്ടും. നാളെ മുതൽ ഓതി നോക്കി. മഗ്രിബിന് തൊട്ടു മുമ്പ് വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ. ബാങ്ക് വിളിക്കുന്നതിന് കബിലൽ മഗ്രിബി അല്ല, കുബൈലൽ മഗ്രിബി, തൊട്ടടുത്ത്. തഴവാസ്താദ് സാമർത്ഥ്യലെത്തിക്കെന്തു മാർഗം സാഹിബി വശംസി ഓതിക്കോ കുബൈലൽ മഗ്രിബി. പറഞ്ഞേട്ടാ നിങ്ങള് ശലനി ഓതോ. പെണ്ണുങ്ങൾ ഓതണ്ട. ഇപ്പോൾ ഉള്ള സാമർത്ഥ്യത്തിന് നിങ്ങൾക്ക് ഇച്ചും കൂടെ കൂടുതൽ നന്നായി പാവങ്ങൾ സിറ്റൗട്ടിൽ കിടന്നുറങ്ങേണ്ടി വരും. ഉള്ള സാമർത്ഥ്യം മതി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം മറ്റുള്ളവരിലേക്ക് നോക്കണ്ട. അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ കാന ലഹു ഖസ്ലതൈനി, ആർക്കെങ്കിലും ജീവിതത്തിൽ രണ്ട് സ്വഭാവമുണ്ടെങ്കിൽ കത്തബല്ലാഹു ലഹു ശാകിറൻ വസാബിറാ, അല്ലാഹുവിന്റെ അടുക്കൽ അവനെ കുറിച്ച് ഷാക്കിർ എന്ന് സാബിർ എന്ന് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് അല്ലാഹു രണ്ട് സ്വഭാവമുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ അവന്റെ പേര് അഹമ്മദ് കബീർ എന്നല്ല, ഷാക്കിർ നന്ദിയുള്ളവൻ, സാബിർ ക്ഷമയുള്ളവൻ. അങ്ങനെയാണ് നമ്മുടെ പേര് അള്ളാന്റെ അടുക്കൽ. രണ്ട് സ്വഭാവം. ഒന്ന്, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ താഴെയിലുള്ളവരിലേക്ക് നോക്ക്. പടച്ചോൻ എനിക്കൊരു കൊച്ചു വീടുണ്ട്, അതുപോലും ഇല്ലാതെ വാടകയ്ക്ക് കിടക്കണം എത്ര പേരുണ്ട് അല്ലാഹുവേ. വാടകയ്ക്ക് എടുക്കണമെന്ന് ചിന്തിക്കണം. പടച്ചോൻ എനിക്ക് വാടക കൊടുക്കാനെങ്കിലും ഉണ്ട്, അത് കൊടുക്കാനല്ല റോഡിന്റെ വക്കി കിടക്കണം എത്ര പേരുണ്ട് അല്ലാഹുവേ. പുറമ്പോക്കി കിടക്കുന്നവർ. ദുനിയാവിന്റെ കാര്യത്തിൽ തൻ്റെ താഴെയുള്ളവരിലേക്ക് നോക്കുക. രണ്ടാമത്തെ സ്വഭാവം, ആഖിറത്തിന്റെ കാര്യത്തിൽ തൻ്റെ മുകളിലുള്ളവരിലേക്ക് നോക്കുക. പടച്ചോനെ അവൻ സുന്നത്ത് ളുഹാ നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് ഫർളേ ഉള്ളൂ അല്ലാഹുവേ, അപ്പം അവനെ പോലെ ആവാൻ മത്സരിക്കുക. ഫർള് നിസ്കരിക്കണവൻ ഒരു അല്ലാഹു എനിക്ക് വല്ലപ്പോഴുള്ളത്, അവൻ ഫർള് കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ മുകളിലേക്ക് നോക്കുക, ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ താഴെയിലേക്ക് നോക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ പേര് ഷാക്കിർ സാബർ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആൻ നോക്കരുതെന്ന് പറഞ്ഞ ഒന്നാണ് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തൈനാ ബിഹി അസ്വാദം മിൻഹും അസ്ഹറത്തുൽ ഹയാത്തി ദുനിയാ. നിനക്ക് തരാത്ത ഒരു ഭൗതികമായ അനുഗ്രഹങ്ങൾ അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്താൽ ആ കൊടുത്തത് ദുനിയാവിലല്ലേ. ദുനിയാവിൽ അല്ലാഹു അയാൾക്ക് എത്ര കൊടുത്താലും അതിൽ നഫ്തിനഹും ഫീ, അവനെ പരീക്ഷിക്കാൻ വേണ്ടി പടച്ചിറപ്പ് കൊടുത്തതാണ്, അല്ലാതെ അവനെ നിത്യമായി അനുഭവിക്കാനല്ല. സമ്പത്ത് അല്ലാതെ ഒരു പരീക്ഷണമാ. മരിക്കുന്ന നേരത്ത് 20,000 കോടി രൂപയുടെ സമ്പാദ്യമുണ്ടായിരുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പുരട്சி തലൈവി ജയലളിത ചെന്നൈയിലെ സമുദ്രത്തിന്റെ തീരിലെ പൊടിമണ്ണില് ആ തടിച്ച ശരീരം മുഴുവന് പുഴുക്കൾ കൊത്തിത്തിന്ന് വയറ് നിറച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. 20,000 കോടി രൂപയുടെ സമ്പത്തി മണ്ണിന്റെ മുകളിൽ ഉപേക്ഷിച്ചിട്ട് പോയ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പുരട്சி തലൈവി എവിടെ? മന്ത്രിമാര് പോലും കണ്ടാല് കൈകൂപ്പി ദാസ്യമായി നിന്നിരുന്ന, MLA മാര് കാലുതൊട്ട് വന്ദിച്ചിരുന്ന, തമിഴ്നാടിന്റെ പേടി സ്വപ്നമായിരുന്ന, തന്നെ എതിർത്ത IPS-കാരിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒടിച്ചു എന്ന് പോലും പറയപ്പെടുന്ന വാസ്തവം നമുക്കറിയില്ല. ആ ഒരു അധികാരത്തിന്റെ വിരലുകൊണ്ട് തമിഴ്നാടിനെ മുഴുവന് കിടുകിടാവിറപ്പിച്ച പുരട്சி തലൈവി ആളുകൾ MLA-മാരും മന്ത്രിമാരെ കാലിൽ പിടിച്ചു കൂപ്പിയിരുന്ന ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക്, ആ പെണ്ണിന്റെ തടിച്ച ശരീരത്തിന് 40% പോലും വലിപ്പമില്ലാത്ത കബറിലെ പുഴുക്കളും ചിതലുകളും മരിച്ചു കയറിയില്ലേ. ആ പെണ്ണിന്റെ ശരീരത്തെ പേടിക്കാട്, ആ പെണ്ണിന്റെ നഖത്തിന്റെ 4 വലിപ്പമില്ലാത്ത ചിതലുകൾ തിന്നു തീർത്ത ഒരു ശരീരമാണ് ജയലളിതയുടേത്. അതുകൊണ്ട് ദുനിയാവിൽ അല്ലാഹു ഒരാൾക്ക് എന്തൊക്കെ കൊടുത്താലും ലിനഫ്തിനഹു ഫീ, അത് പടച്ചിറപ്പിന്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിന്റെ കണ്ണു മഞ്ഞളിക്കണ്ട. അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ തൃപ്തിയോടെ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് കിട്ടിയത് നോക്കിയിട്ട് നീ നിരാശപ്പെടാനോ അസൂയപ്പെടാനോ പാടില്ല. 4, 5 7 ഗുണപാഠമുണ്ട്. എത്രണ്ണം പറയണം?
എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. മോനെ ചായയൊക്കെ കൊടുത്തവർ എഴുന്നേറ്റ് ആ പട്ടാമ്പിക്കാരനല്ലേ അതെ ഒരു ചായ എനിക്കാടാ. നാക്കിന് നാണമില്ലെങ്കിൽ വയറിന് പഞ്ഞില്ലെന്ന പഴയ ആളുകൾ പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഇനിയാണ് നമ്മുടെ വാളിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇനി ഖുർആൻ പറയാ 5-ാമത്തെ ഭാഗം, നിങ്ങൾ കണ്ണ് അടയ്ക്കണം. തുറക്കുന്ന കണ്ണ് നിങ്ങൾ ചില സമയത്ത് അടയ്ക്കണം. സഹോദരിമാരെ ഇങ്ങോട്ട് നോക്കി, എറണാകുളത്തിന്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ ഇനി എന്റെ വാക്ക് കേട്ടോളീൻ. അള്ളാഹു പറയാ ഇനി നിന്റെ കണ്ണ് അടയ്ക്കണം. എങ്ങനെ അടയ്ക്കണ്ടേ? ഞാൻ ഈ സമയം കൊണ്ട് തമാശ പോലും പറയാതിരിക്കണ വിഷയത്തിന്റെ ഗൗരവം കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ല നന്നായിട്ട്. കണ്ണടച്ചു പിടിക്കണം. എപ്പോൾ? എല്ലാവരും കാപ്പിയൊക്കെ കൊടുത്ത് ഉറക്കമൊക്കെ പഠിക്കും. 11 മണിക്ക് നേരെ തുടങ്ങിയെന്ന് ഇപ്പോൾ തീരേണ്ട സമയമായി. ഇതാ വലിയ പ്രശ്നം. ഉറക്കം വരും. ഇനി നിങ്ങളുടെ ഉറക്കം പോകാതെ ഞാൻ കാക്കണം. പകല് പറയണം, ദുആ ചെയ്യണം, കായ് ഉണ്ടാക്കണം, കാശുണ്ടാക്കണം. യഥാർത്ഥത്തിൽ MP3 ആണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ചെറുപ്പക്കാരികളോടും കണ്ണുമായി ബന്ധപ്പെട്ട ഈ പ്രസംഗം നിങ്ങൾ കേട്ടുകൊള്ളുക. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളിന ഫുറൂജഹുന്ന. അള്ളാഹു ചിന്തിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വകുല്ലിൽ മുഅ്മിനാത്ത്, ഒരു സത്യവിശ്വാസികനായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കും നബിയേ, യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ അടയ്ക്കാൻ പറയും നബിയേ. ആരോടാ ഖുർആൻ പറയുന്നത്? വകുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ പടച്ചറപ്പിനെ പേടിയുള്ള, ആഖിറത്തെ പേടിയുള്ള, നാളെ നരകത്തെ പേടിയുള്ള സത്യവിശ്വാസികളായ പെൺകുട്ടികളോട് പറയും നബിയേ, യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ അടച്ചു പിടിക്കാൻ പറയും നബിയേ. ആരുടെ മുമ്പിലാണ് കണ്ണടച്ചു പിടിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട്. ഹറാമിന്റെ കാഴ്ചകളും ഹറാമിന്റെ ആചാരങ്ങളും ഹറാമിന്റെ അനുഷ്ഠാനങ്ങളും നടമാടിക്കരിക്കുന്ന പുതിയ ലോകത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, പെണ്ണേ, നിന്റെ കണ്ണുകളെ നീ ചില സമയത്ത് അടച്ചു പിടിക്കണം. എല്ലാം നിനക്ക് അനുവദനീയമല്ല. അള്ളാഹുവിന്റെ ഇസ്ലാം എല്ലാം നിനക്ക് അനുവദനീയമാക്കി തന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഇസ്ലാം അനുവദനീയമാക്കാത്ത ഖുർആൻ കർശനമായി നിരോധിച്ച കാര്യത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ മാറി നിൽക്കണേ. എന്റെ സഹോദരിമാരെ മാറി നിൽക്കണേ. നെട്ടൂരെന്നെ കേൾക്കാൻ താല്പര്യത്തോടെ വന്ന ഓരോ മാതാപിതാക്കളോടും ഓരോരുത്തരോടും ഞാൻ വസീയത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറയുമ്പോ ആധുനിക കാലത്തിന്റെ ഏറ്റവും വലിയ ശാപമായി മാറിയ ആൺകുട്ടികളും പെൺകുട്ടികളും കെട്ടിപ്പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ പെൺമക്കൾ യാതൊരുവിധ മതത്തിന്റെ മാനദണ്ഡങ്ങളെ പോലും തിണവഗണിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്ന ഏറ്റവും വലിയ സെൽഫിയുടെ യുഗത്താണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയാ, വകുല്ലിൽ മുഅ്മിനീന യഗ്ളുൽനാതി വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. സത്യവിശ്വാസികളായ പെൺകുട്ടികളോട് മാത്രമല്ല ചെറുപ്പക്കാരെ, വകുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളായ ആൺകുട്ടികളോട് കണ്ണടക്കാൻ പറയും നബിയേ. ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന അവസ്ഥയേടാ. ഞാൻ എറണാകുളം നഗരത്തിൽ നടക്കുന്ന ധാരാളം അന്ധവിശ്വാസത്തിന്, അനാചാരത്തിനെതിരെ പലപ്പോഴും ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെയേറെ ഗുണകരമായിട്ടുമുണ്ട് പലർക്കും. പക്ഷേ ഇന്ന് ഈ നഗരോരത്തിൽ നമ്മുടെ എറണാകുളം നഗരം കേരളത്തിലെ ഏറ്റവും പരിഷ്കൃതമായ നഗരമോ, ഈ നഗരനെത്തുകളിൽ എത്രയോ ആണും പെണ്ണുങ്ങളുമാണ്
+1 പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികള് അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ കഴുത്തിൽ കൈയിട്ടിട്ട് സെൽഫി എടുത്താൽ അത് മാതാപിതാക്കൾക്ക് പ്രശ്നമല്ല. ഹോസ്റ്റലിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന MBBS പഠിക്കുന്ന നമ്മുടെ പെൺമക്കള് സ്കൂളിലെ കൂട്ടുകാരുടെ ക്ലാസ്സിലെ കൂട്ടുകാർ മുഴുവനും നിന്ന് അതിന്റെ ഇടയിൽ നിന്ന്